ദാവീദ് വാതിൽ തുറന്നില്ല. ഒരാളുടെ കോളും മെസ്സേജും ദാവീദ് തുറന്നു നോക്കിയില്ല. മറിയം ഫോണിൽ ദാവീദിന്റെ നമ്പർ എടുത്ത് അതിലേക്ക് നോക്കി നിന്നു. ദാവീദിന്റെ കണ്ണുകൾ നിറഞ്ഞു. വിളിക്ക് മറിയം, പ്ലീസ്. ഫോൺ റിങ് ചെയ്തപ്പോൾ ദാവീദ് നോക്കി. പഗ് കോളിംഗ്. ഹലോ. അവൻ കോൾ എടുത്തു. ഹാപ്പി ബർത്ത്ഡേ ദാവി. അവന് എന്തു പറയണമെന്നറിയാതെ അവൻ ചിരിച്ചു. അപ്പോഴേക്കും മറിയം ഫോൺ കട്ട് ചെയ്തു. ഡോറിൽ വീണ്ടും തട്ടുന്നത് കേട്ട് കണ്ണു തുടച്ച് അവൻ ചെന്ന് ഡോർ തുറന്നു. ഹാപ്പി ബർത്ത്ഡേ ദാവി. റിബേക്ക കെട്ടിപ്പിടിച്ചു. താങ്ക്സ്. ഹാപ്പി ബർത്ത്ഡേ. ഫ്രണ്ട്സ് എല്ലാം അവനെ വിഷ് ചെയ്തു. താങ്ക്സ്. അവൻ എല്ലാവരെയും നോക്കി. എല്ലാവർക്കും പിന്നിൽ അവന്റെ അബ്ബയും അമ്മയും ആര്യനും നിൽക്കുന്നുണ്ടായിരുന്നു. ദാവീദ് അവരുടെ അടുത്തേക്ക് ചെന്നു. ഹാപ്പി ബർത്ത്ഡേ. നഥാനും ക്യാദറിനും ഒരുമിച്ച് പറഞ്ഞു. അവൻ അബ്ബയെയും അമ്മയും കെട്ടിപ്പിടിച്ചു. ഹാപ്പി ബർത്ത്ഡേ ദാവി. ആര്യൻ അവനെ കെട്ടിപ്പിടിച്ചു. കേക്ക് മുറിച്ച് അവൻ എല്ലാവർക്കും കൊടുത്തു. എല്ലാവരും ആഘോഷത്തിലായിരുന്നു. റിബേക്ക ദാവീദിന് സമ്മാനം കൊടുത്തു. മറിയം ബെഡിലിരിക്കുന്ന ദാവീദിന് വാങ്ങിയ സമ്മാനമെടുത്ത് അലമാരിയിൽ വെച്ചു. ഫ്രണ്ട്സ് എല്ലാം ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയായിരുന്നു. ദാവീദ്, ഇന്ന് നിന്റെ ബർത്ത്ഡേ ആണ്. സോ ഈ ലോകത്ത് ഇത്രയും കാലം നീ കണ്ടവരിൽ നിനക്കേറെ ഇഷ്ടമുള്ള ഒരാളെക്കുറിച്ച് പറയേ. അവന്റെ ഫ്രണ്ട് പറഞ്ഞു. ഉറപ്പല്ലേ, അത് റിബേക്ക തന്നെ. ഒരു പെൺകുട്ടി പറഞ്ഞു. പറയേ ദാവി. എല്ലാവരും നിർബന്ധിച്ചു. എല്ലാ ബർത്ത്ഡേക്കും എൻ്റെ കൂടെ ഉണ്ടാകാറുള്ള ഒരാളെ എനിക്ക് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്, എൻ്റെ മറിയത്തെ. അത് കേട്ടപ്പോൾ ആര്യന്റെ മുഖം തെളിഞ്ഞു. റിബേക്കയുടെ ചിരി മാഞ്ഞു. എൻ്റെ പഗ്, എന്നെ ആദ്യം വിഷ് ചെയ്യുക അവള, എൻ്റെ നിഴൽ. ഐ മിസ് യു. മതി ദാവി, നീ ഒരു പാട്ട് പാട്. റിബേക്ക പറഞ്ഞു. യെസ്, ദാവി പാടണം പാടണം. എല്ലാവരും ഉറക്കെ പറഞ്ഞു. ആര്യൻ മറിയത്തിന് മെസ്സേജ് അയച്ചു. ദാവി പാടുന്നത് കേൾക്കണോ? വേണം. അവളുടെ മറുപടി വന്നു. ആര്യൻ മറിയത്തിന് വിളിച്ച് ഫോൺ മേശമേൽ വെച്ചു. മറിയത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ഫോൺ കട്ട് ചെയ്ത് ദൂരെ ഹെബ്രോൻ കുന്നിലേക്ക് നോക്കി നിന്നു. ഹാപ്പി ബർത്ത്ഡേ ദാവി. ഐ റിയലി മിസ് യു. മിസ് യു പഗ്. പാടി നിർത്തിയ ദാവീദ് മനസ്സിൽ പറഞ്ഞു. ആര്യൻ റിബേക്കയെ നോക്കി. അവളുടെ മുഖം ആകെ മാറിയിരുന്നു. കൂട്ടുകാരെല്ലാം പോയപ്പോൾ അവൾ ദാവീദിന്റെ കൈ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. എന്താ ഇവ? എല്ലാവരും ഉള്ളപ്പോഴല്ലേ ഞാൻ വിഷ് ചെയ്തേ, ഇപ്പം നമ്മൾ മാത്രം. അവൻ മൂളി. ഹാപ്പി ബർത്ത്ഡേ ദാവി. അവൾ ദാവീദിനെ കെട്ടിപ്പിടിച്ചു. ഓക്കേ, അവൻ പറഞ്ഞു. സമ്മാനം വേണ്ടേ? അവൾ ചോദിച്ചു. തന്നല്ലോ, അതാ സമ്മാനം. ഇത് സ്പെഷ്യല്, ആരും അറിയാതെ നമ്മൾ മാത്രം അറിയുന്ന സ്പെഷ്യൽ സമ്മാനം. അവൾ അവന്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. കണ്ണുകൾ അടച്ച് റിബേക്ക ദാവീദിന്റെ മുഖത്തോട് മുഖമടിപ്പിച്ചതും ദാവീദ് നീങ്ങി നിന്നു. റിബേക്ക കണ്ണു തുറന്നവനെ നോക്കി. എന്താ ദാവി? ഒന്നുമില്ല, നീ പൊയ്ക്കോ, നിന്റെ മമ്മ കാത്തിരിക്കുന്നുണ്ടാകും. നിന്റെ മനസ്സ് മുഴുവൻ നിന്നെ മറിയത്തിന്റെ അടുത്താണ്. അരികിൽ നിന്നെ ഇത്രയും സ്നേഹിക്കുന്നവളുണ്ടായിട്ടും നിന്നെ കുത്തിനോവിച്ചു പോയ മറിയത്തെ മതി നിനക്ക്. ഞാനൊരു പൊട്ടി, നിന്നെ സന്തോഷിപ്പിക്കാൻ ഇതെല്ലാം ഒരുക്കിയിട്ടും നിന്റെ അടുത്തില്ലാത്ത അവളോടാണ് നിനക്ക് സ്നേഹം. അവളാ നിനക്കിപ്പോഴും പ്രിയപ്പെട്ടത് അല്ലേ? നീ നിന്റെ മമ്മയുടെ മകൻ തന്നെ. മറ്റുള്ളവരെ ഒരു മനസാക്ഷി കുത്തുവില്ലാതെ വേദനിപ്പിക്കാനും നശിപ്പിക്കാനും ഒറ്റപ്പെടുത്താനും നീ പഠിച്ചു. ഇവ എത്ര പെട്ടെന്നാ ഞാൻ നിനക്ക് തെറ്റുകാരനായത്. നിനക്ക് വേണ്ടി ഇതൊക്കെ ആയവനാ ഞാൻ. എന്നെ ഇതിനേക്കാളുമേറെ, ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന മറിയത്തെ നിനക്ക് വേണ്ടി വേദനിപ്പിച്ച് ഒറ്റപ്പെടുത്തിയവനും ഞാനാണ്. അവൾ പോലും എന്നെ പഴിച്ചില്ല. പക്ഷെ നിന്റെ ഇഷ്ടത്തിനൊന്ന് എതിര് നിന്നപ്പോഴേക്കും നീ... അപ്പോഴാണ് താൻ എന്തൊക്കെയാ പറഞ്ഞതെന്ന് അവൾക്ക് ഓർമ്മ വന്നത്. ദാവി, സോറി, ഞാൻ പെട്ടെന്ന് നീ എന്നെ അവോയ്ഡ് ചെയ്തെന്ന് തോന്നിയപ്പോൾ സോറി. അവൾ അവന്റെ കൈ പിടിച്ചു. എന്നോട് ക്ഷമിക്കേ. നീ എന്നെ എന്തും പറഞ്ഞോളൂ, പക്ഷേ അതിനിടയിലേക്ക് മറിയത്തെ കൊണ്ടുവരരുത്. ശരി, ഒരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ കുറച്ച് ഡേയ്സ് കഴിഞ്ഞാൽ ഇസ്രായേൽ പോകും. എന്തിന് പോകണം? എനിക്കവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നീ അവിടെ പോയാൽ എന്നെ മറക്കും സേറയെ കാണുമ്പോൾ. നിനക്ക് നിന്റെ സ്നേഹത്തിൽ വിശ്വാസമില്ല, അതെന്റെ കുഴപ്പമല്ല. അവൻ തിരികെ ബംഗ്ലാവിലേക്ക് നടന്നു. റിബേക്ക വീട്ടിലെത്തിയപ്പോൾ എലീന അവളുടെ അടുത്തേക്ക് വന്നു.
എന്തുപറ്റി മോളെ, മുഖത്ത് സങ്കടം? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? മമ്മ, ദാവീദ് ഇസ്രായേൽ പോവാ. പോയിക്കോട്ടെ, അവൻ ഇസ്രായേൽ പോകണം. പോയി ഏതൻ കുടുംബത്തിന്റെ എല്ലാ അധികാരങ്ങളും ഏൽക്കണം. പക്ഷെ അവിടെ സേറ ഉണ്ട്. അവളെ കണ്ടാൽ എന്ത്? ഒന്നുമില്ല. അവൻ നിന്നെ വിവാഹം കഴിക്കണമെന്ന് അവന്റെ അബ്ബയോടും അമ്മയോടും പറഞ്ഞതല്ലേ, പിന്നെന്താ? പക്ഷെ മമ്മ, അവന്റെ മനസ്സിൽ ഇപ്പോഴും സേറയുണ്ട്. സേറയുടെ മനസ്സിൽ അവനുണ്ടാകില്ല. കാരണം അവളെ വേണ്ടെന്ന് വെച്ച് നിന്നെ മതിയെന്ന് തീരുമാനിച്ച ദാവീദിനോട് അവൾക്ക് സ്നേഹമുണ്ടാകില്ല. അതാണ് പെണ്ണ്. അവൻ പോകട്ടെ. നിനക്ക് വാക്ക് തന്നതല്ലേ അവൻ? തന്നു. അത് പക്ഷേ എന്നെ വിവാഹം കഴിക്കാമെന്നല്ല, എന്റെ കൂടെ എപ്പോഴും ഉണ്ടാകാമെന്നാ. അതെപ്പോ വേണമെങ്കിലും അവൻ മാറ്റാം. ഒരു സുഹൃത്തായോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും. എനിക്ക് ഭയമാകുന്നു മമ്മ. കൺമുന്നിൽ നിന്ന് പോയിട്ടും അവന്റെ മനസ്സിൽ നിന്ന് സേറ പോകുന്നില്ല. പോകും, നീ പേടിക്കണ്ട. ദാവീദ് ഇസ്രായേൽ പോകട്ടെ. അവൻ നിന്നെ തന്നെ വേണമെന്ന് പറയും. നിന്റെ മമ്മയാ പറയുന്നേ. എന്റെ മോള് തന്നെ അവന്റെ ഭാര്യയാകും. എലീന അവളെ കെട്ടിപ്പിടിച്ചു. മിറിയം ക്ലാസ് കഴിഞ്ഞിറങ്ങുമ്പോഴാണ് വരാന്തയിൽ ജോനത്താനെ കണ്ടത്. ഹായ് സർ. മിറിയം അവന്റെ അടുത്തേക്ക് ചെന്നു. ഹലോ മിറിയം, സർ ജോയിൻ ചെയ്തോ? യെസ്, ഇന്ന്. അപ്പോൾ നാളെ മുതൽ ഞങ്ങളുടെ സാറ് അല്ലേ? ഈ സാറ് വിളി ഭയങ്കര ബോറാണ് മിറിയം. കോൾ മീ ജോനത്താൻ, അല്ലെങ്കിൽ ജോ. സാറാണ്. അവൾ ചിരിച്ചു. യാ, ബട്ട് എനിക്കത്ര ഏജ് ഒന്നുമില്ല. ഓക്കെ ജോ, ദാറ്റ്സ് ഗുഡ്. ഓക്കെ, ക്ലാസ് കഴിഞ്ഞോ? യെസ്, പോകാൻ നിൽക്കുക വീട്ടിലേക്ക്, മിറിയം പറഞ്ഞു. എങ്ങനെ? ലൈൻ ബസ്. ഏതൻ ഫാമിലിയിലെ കുട്ടി ബസ്സിലോ? അവർ ഒരുമിച്ച് നടന്നു. എനിക്കതാ ഇഷ്ടം. ഏതൻ ഫാമിലിയിലെ ഈ നോൺസെൻസ് റൂൾസ് എനിക്ക് വയ്യ. അവർ നടന്ന് പാർക്കിങ്ങിലെത്തി. ഓക്കെ ജോ, നാളെ കാണാം. എടോ കേറിക്കോ, ഞാൻ ആ വഴിക്കാ. അതുവരെ ഒറ്റയ്ക്ക് പോകണ്ടല്ലോ. ഓക്കെ. അവൾ കാറിൽ കയറി. അതെന്താടോ തനിക്ക് അതൊന്നും ഇഷ്ടമല്ലാത്തത്? ജോനത്താൻ അവളെ നോക്കി. ഏതൻ ഫാമിലിയിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ ഏത് പെൺകുട്ടിയും ആഗ്രഹിക്കുന്നതല്ലേ? 100 മേലെ സർവൻസ് തന്നെ ഇല്ലേ അവിടെ? ഓഹ്, അൺസൈക്കബിൾ. എനിക്ക് എൻ്റെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതാ ഇഷ്ടം. ബട്ട് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാൽ അവരെ തട്ടി നടക്കാൻ പറ്റില്ല. പിന്നെ എപ്പോഴും ഈ ഏതൻ കുടുംബത്തിലെ കുട്ടിയെന്ന് പറയരുത് ജോ. ഞാൻ എബ്രഹാം കുരിശിങ്കലിന്റെ മകളാണ്. അപ്പോ ഇയാൾക്ക് ഈ സിമ്പിൾ ലൈഫാണ് ഇഷ്ടം അല്ലേ? യെസ്. അതെന്താ? ഞങ്ങളെ അങ്ങനെയാ വളർത്തിയത്. അവൾ ചിരിച്ചു. ക്രിസ്മസ് എങ്ങനെ ആഘോഷിച്ചോ? ഇവിടെ എന്ത്? ഇന്ന് ക്രിസ്മസ് ആയിട്ടും ഇവിടെ ലീവില്ലല്ലോ, അവൾ പറഞ്ഞു. അത് ജൂതന്മാർ ക്രിസ്മസ് ആഘോഷിക്കില്ലല്ലോ മറിയം. വീട്ടിൽ ആഘോഷിച്ചോ? ഇന്ന് നൈറ്റ് ഉണ്ടാകും. നാട്ടിലാണെങ്കിൽ ഇന്നേരം ഏതൻ ഗാർഡനിലാകും. ഇന്ന് ദാവീദിന്റെ ബർത്ത്ഡേ ആണ്. ദാവീദ് എന്താ ദൈവപുത്രനാണോ? ജോ ചിരിച്ചു. ചെറുതായിട്ട്. മറിയം, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? യെസ്. ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ കണ്ടു ഇരുണ്ട ഭൂമി എന്ന സ്ഥലം ഏതൻ ഫാമിലിയുടെയാണെന്ന്. യാ, ഞാനും വായിച്ചു. അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. കുറെ സ്ഥലങ്ങളുണ്ടെന്ന് തോന്നുന്നു. ഈ ഇരുണ്ട ഭൂമി സാത്താൻ വർഷിപ്പ് ചെയ്യുന്നവരുടെ സ്ഥലമല്ലേ? യെസ്. എന്തേ? അവിടെ ഇപ്പം മൈനിങ് നടക്കുന്നുണ്ടല്ലോ. ആ, എന്താ? എനിക്ക് ഈ സാത്താൻ വർഷിപ്പ്, ബ്ലാക്ക് മാജിക് എന്ന സംഗതിയൊക്കെ ഇഷ്ടമാണേ. ഐ മീൻ, അറിയാൻ ഒരു റിസർച്ച്. ഇതിലെന്താ ഇത്ര അറിയാനിരിക്കുന്നത്? അവൾ ചോദിച്ചു. അത് തനിക്ക് ഈ സാത്താൻ വർഷിപ്പിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാ, ജോനത്താൻ പറഞ്ഞു. ലോകത്തെല്ലായിടത്തും ഈ സംഗതിയുണ്ട്, രഹസ്യമായി തന്നെ. വേറെ എവിടെയും പോകണ്ട. കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ ഇതുമായി ബന്ധപ്പെട്ട കൊലപാതകങ്ങൾ. അവൻ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ പറഞ്ഞു. സ്കോട്ട്ലാൻഡിലുണ്ട്. ഞാനിത് കുറേ നാളായി ഇതിന് പിന്നിൽ നടക്കുന്നു. യൂറോപ്പിലെ എല്ലായിടത്തും ഇത് രഹസ്യമായി നടക്കുന്നുണ്ട്. ഇസ്രായേലിലും. ഇവിടെയോ? ഇരുണ്ട ഭൂമിയിൽ പ്രളയമുണ്ടായില്ലേ? അവൾ ചോദിച്ചു. യെസ്, സേവകരല്ലേ മരിച്ചുള്ളൂ മറിയം. സാത്താൻ ഇപ്പോഴുമുണ്ട്. ഇരുണ്ട ഭൂമിക്ക് പുറമെ സാത്താൻ വർഷിപ്പ് നടത്തുന്നവരന്നും ഇന്നും ഉണ്ട്. അവരെന്തിനാ ഇത് ചെയ്യുന്നതെന്നറിയാമോ? നോ. അവരുടെ ആഗ്രഹങ്ങൾ നടത്താൻ, പ്രാർത്ഥിച്ചെന്തും നേടാൻ. അത് ചിലപ്പോൾ മണ്ണാകാം, പണമാകാം, ജോലിയാകാം, പ്രണയമാകാം. അതെന്തെങ്കിലും ആട്ടെ. അപ്പോ തനിക്ക് ദാവീദിന്റെ ബർത്ത്ഡേ കൂടാനായില്ല അല്ലേ? താൻ ഭയങ്കര ലക്കി ഗേളാണ്. ഒന്നാമത് ഏതൻ ഫാമിലിയിലെ കുട്ടി, പിന്നെ ഒരുപാട് ഫ്രണ്ട്സ്, ഫ്രീഡം തരുന്ന പേരൻസ്, എല്ലാം കൊണ്ടും. മൂന്നാമത് പറഞ്ഞത് മാത്രം ശരിയാണ് പേരൻസിന്റെ കാര്യത്തിൽ. എന്റെയും ദാവിയുടെയും ആര്യന്റെയും ഒക്കെ പേരൻസ് ആയകാലത്ത് തല്ലുപൊളപ്പന്മാരായിരുന്നു. കുറച്ച് വ്യത്യാസമുള്ളത് ദാവിയുടെ അബ്ബ മാത്രമാണ്.
പക്ഷേ അവർക്ക് മക്കളെ എങ്ങനെ വളർത്തണമെന്ന് നന്നായി അറിയാം. ഞങ്ങൾക്ക് 4 ആൾക്കുമിടയിൽ ഇതുവരെ ഒരു നിയന്ത്രണവും വെച്ചിട്ടില്ല. കാരണം ഞങ്ങൾ തെറ്റ് ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടാണ്. എൻ്റെ അബ്ബയും ഈമയും തമ്മിൽ വഴക്കിടാറുണ്ട്. ലക്കി അങ്കിളും ജാനുവും തമ്മിൽ വഴക്കേ ഉള്ളൂ. ബട്ട് അങ്ങനല്ല നഥാൻ അങ്കിളും കാതറിൻ ആൻറ്റിയും. മെയ്ഡ് ഫോർ ഈച്ച് അതർ. എന്നാ പരസ്പര വിശ്വാസമാ രണ്ടും. ബട്ട് സ്നേഹത്തിൽ അടിയും വഴക്കും ഉണ്ടാകും. അത് സ്നേഹത്തിൽ, ഇത് വിശ്വാസത്തിൽ വ്യത്യാസമുണ്ട് ജോ, അവൾ പറഞ്ഞു. അവൻ ഏതൻ ഫാമിലിക്ക് മുന്നിൽ കാർ നിർത്തി. ജോ ഇറങ്ങുന്നില്ലേ? ഇത്തവണ എന്തായാലും വരണം. നിർബന്ധമാണോ? യെസ്, അവൾ പറഞ്ഞു. ഓക്കെ, ഇറങ്ങിയേക്കാം. അവൻ കാറിൽ നിന്നിറങ്ങി. മിറിയവും. അവർക്ക് മുന്നിൽ പ്രധാന വാതിൽ തുറക്കപ്പെട്ടു. വിശാലമായ ഹാളിന് ഒരു വീടിന്റെ വലിപ്പം തന്നെ ഉണ്ടായിരുന്നു. പപ്പാ, അവൾ അക്കുവിന്റെ അടുത്തേക്ക് ചെന്നു. പപ്പാ, ഇത് ജോനത്താൻ, എന്റെ സാർ, ആരുണിന്റെ ഫ്രണ്ട്. ഹലോ. അക്കു കൈനീട്ടി. ജോനത്താൻ കൈ കൊടുത്തു. ജോ, ഇതെന്റെ പപ്പ, എബ്രഹാം കുരിശിങ്കൽ എന്ന അക്കു. അവൾ ചിരിച്ചു. ഇതെന്റെ മമ്മ ഈമ, അവൾ പെട്ടെന്ന് പറഞ്ഞു. കേറ. ഹലോ. ജോനത്താൻ അവളെ നോക്കി. മിറിയം ജോനത്താനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുത്തു. ഏതൻ വീട് മുഴുവൻ നടന്നു കാണിച്ചു. അവർ അവസാനം അവളുടെ മുറിയിലെത്തി. ഇതാണോ തന്റെ റൂം? യെസ്, അവൾ പറഞ്ഞു. ജോനത്താൻ ബെഡിനടുത്തുള്ള മേശമേലിരുന്ന ഫോട്ടോ എടുത്തു. ഇതാരാ കൂടെ? അതോ, അതാണ് ദാവീദ് നഥാൻ ഏതൻ. അടുത്ത ഫോട്ടോ എടുത്തു. അപ്പോ ഇത് ആര്യൻ അല്ലേ? ആ ഫോട്ടോ മിറിയവും ദാവീദും ആരോണും ആര്യനും ഒരുമിച്ചുള്ളതായിരുന്നു. യെസ്. അതെന്താ അപ്പോ ദാവീദിനോടൊപ്പമുള്ള ഫോട്ടോ മാത്രം സ്പെഷ്യൽ? അവൻ അവളെ നോക്കി. അവൻ എനിക്ക് അന്നും ഇന്നും എന്നും സ്പെഷ്യലാണ്, പ്രിയപ്പെട്ടവനാണ്. മിറിയം ദൂരെ ഹെബ്രോൻ കുന്ന് നോക്കി മനസ്സിൽ പറഞ്ഞു. ഹലോ, എന്താലോചിക്കുക? ജോനത്താൻ ചോദിച്ചു. ദാവി നിന്റെ ലവർ? അവൻ ചോദിച്ചു. ദാവിയെ എനിക്കിഷ്ടമാണ് ഒരുപാട്. അവൾ പറഞ്ഞത് കേട്ടപ്പോൾ ജോനത്താന്റെ മുഖം മാറിയെങ്കിലും അവൻ അത് പുറത്തു കാണിച്ചില്ല. കൊള്ളാം, അവൻ ദാവീദിന്റെ മിറിയത്തിന്റെയും ഫോട്ടോയിലേക്ക് നോക്കി പറഞ്ഞു. ഓക്കെ മിറിയം, അപ്പൊ ഞാൻ പോട്ടെ. ഓക്കെ, അവൾ ചിരിച്ചു. പോകാൻ തീരുമാനിച്ചോ? നഥാൻ ചോദിച്ചു. തീരുമാനിച്ചു, ദാവീദ് പറഞ്ഞു. ശരി, പക്ഷെ ഒന്നുണ്ട്. നീ ആയിട്ട് തീരുമാനിച്ചതാണ് റിബേക്ക എന്ന്. പക്ഷേ ആ തീരുമാനം ഒന്നുകൂടി നീ പുനർചിന്തിക്കണം. ചിന്തിക്കണമെന്നല്ല, നീ പുനർചിന്തിക്കേണ്ടി വരും. മാറ്റമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബാ. ഉണ്ടാകും, കാതറിൻ പറഞ്ഞു. മമ്മ കൊന്ന ആളുടെ മകൾക്ക് ജീവിതം കൊടുക്കുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ, ബന്ധങ്ങൾ, വാക്കുകൾ എല്ലാം നിന്നെ ആ മണ്ണിൽ കാത്തിരിക്കുന്നുണ്ട്. അതെല്ലാം അറിയുമ്പോൾ എന്റെ മകൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയണം. കാതറിൻ അവിടെ നിന്ന് പോയി. നഥാനും. ദാവീദ് ബാഗിൽ ഡ്രസ്സെല്ലാം എടുത്തുവെച്ചു. പുറത്ത് മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു. അവൻ ജനലിലൂടെ ഇരുട്ടിലേക്ക് നോക്കി നിന്നു. മിറിയം ബാൽക്കണിയിൽ ചെന്ന് ഹെബ്രോൻ കുന്നിലേക്ക് നോക്കി. ദൂരെ ഹെബ്രോൻ കുന്നിൽ നിന്ന് തന്നെ ആരോ വിളിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. അവൾ ബാൽക്കണിയുടെ സൈഡിലൂടെ താഴേക്കിറങ്ങി. താഴെ എത്തിയപ്പോൾ കാവൽക്കാരിൽ ആരോ വരുന്നത് അവൾ കണ്ടു. അവൾ വേഗം തൂണിന്റെ മറവിലേക്ക് നിന്ന് വായ പൊത്തിച്ചിരിച്ചു. മെല്ലെ അരമതിലിൽ ചവിട്ടി അവൾ അതിന്മേൽ കയറി പുറത്തേക്ക് ചാടി. മിറിയം അവിടെ നിന്നോടി. വഴി ആരോ പറഞ്ഞു കൊടുക്കുന്ന പോലെ അവൾ ഹെബ്രോൻ കുന്നിന്റെ താഴ്വരയിൽ നിന്ന് മരുന്ന് ചെടികൾക്കിടയിൽ കറങ്ങി നടന്നു. കുന്ന് കയറി ചുറ്റും നോക്കി. അവൾ പതിയെ കുന്നിറങ്ങി തെക്കോട്ട് നടന്നു. വേലിക്കെട്ടിനുള്ളിൽ നിൽക്കുന്ന മൈനിങ് യന്ത്രങ്ങൾ നോക്കി മിറിയം നിന്നു. ഇരുണ്ട ഭൂമി. മിറിയം തിരികെ റൂമിലെത്തി ബെഡിൽ കിടന്നു. എത്ര തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് അവൾ ഉറക്കം വന്നില്ല. അവൾ എഴുന്നേറ്റിരുന്നപ്പോഴാണ് മേശമേലിരിക്കുന്ന ദാവീദിന്റെ ഫോട്ടോ കണ്ടത്. അവൾ ആ ഫോട്ടോ എടുത്തു നോക്കി. ഒരു കുന്നിന്റെ മേലെ ഇരിക്കുന്ന ദാവീദിന്റെ കഴുത്തിലൂടെ കൈയിട്ടിരിക്കുന്ന മിറിയത്തിന്റെ ഫോട്ടോ ആയിരുന്നു അത്. ആരോൺ എടുത്തതിൽ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫോട്ടോ. അവൾ ആ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ചാരിയിരുന്നു. പഗ്, ഇവിടെ വാ, അതിന്റെ മേലെ കയറി നിന്ന് വീഴണ്ട. തിരിഞ്ഞു നോക്കി മരത്തിന്റെ മേലെ കയറുന്ന മിറിയത്തോട് ദാവീദ് പറഞ്ഞു. അവൾ അതിന്റെ മേലെ നിന്നിറങ്ങി. ആരോൺ ആര്യന്റെ ഫോട്ടോ എടുത്തു കൊടുക്കുകയായിരുന്നു. അവൾ വന്ന് ദാവിയുടെ കഴുത്തിലൂടെ കൈയിട്ടിരുന്നു. ആരോൺ അത് ഫോട്ടോ എടുത്തു. ആ കെയറെല്ലാം മിസ് ചെയ്യുന്നു. റിബേക്ക ഭാഗ്യം ചെയ്തവളാ. മിറിയം ഫോട്ടോ നോക്കി ചിരിച്ചു. ദാവീദ് മൊബൈലിൽ മിറിയത്തിന്റെ ഓരോ ഫോട്ടോസും നോക്കിയിരിക്കുകയായിരുന്നു.
മെറിയം ചിരിച്ചു നിൽക്കുന്ന താൻ എടുത്ത ഫോട്ടോ നോക്കി അവൻ തിരിഞ്ഞു കിടന്നു. നിന്റെ ഈ ചിരി ഞാൻ മാറ്റുമല്ലേ മെറിയം? അവൻ സ്ക്രീനിൽ അവളുടെ മുഖത്ത് തൊട്ടു. എനിക്കറിയാം നീ എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്ന്. സോറി, നിനക്കെന്നെ മനസ്സിലാകുമല്ലോ മെറിയം. ആരും മനസ്സിലാക്കിയില്ലെങ്കിലും ഞാൻ വരുവാ നിന്റെ അടുത്തേക്ക്, ഇസ്രായേലിലേക്ക്. എനിക്ക് നിന്നെ കാണണം. ദാവീദ് അവളുടെ ഫോട്ടോ നെഞ്ചിലേക്ക് വെച്ച് കിടന്നു. മെറിയം ക്ലാസ്സിലിരിക്കുമ്പോഴാണ് ജോനഥാൻ ഒരു ബുക്കും കൊണ്ട് ക്ലാസ്സിലേക്ക് വന്നത്. ജോനഥാൻ അവളെ നോക്കി ചിരിച്ചു. അവളും. അവൻ സ്വയം പരിചയപ്പെടുത്തി. തൻ്റെ വിഷയത്തെക്കുറിച്ച് പറഞ്ഞ് മെല്ലെ ക്ലാസ്സിലേക്ക് കടന്നു. അവൻ പറയുന്ന ഓരോ കാര്യങ്ങൾ മെറിയം നോട്ട് ചെയ്തു. ജോനഥാൻ ഇടയ്ക്കിടയ്ക്ക് മെറിയത്തെ നോക്കി. അവൾ ബുക്കിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ജോനഥാൻ ബുക്ക് മടക്കി വെച്ചു. ഫ്രീ ടൈം ആയപ്പോൾ മെറിയം കോഫി ഷോപ്പിലേക്ക് നടന്നു. ഒരു കോൾഡ് കോഫി വാങ്ങി സീറ്റിലിരുന്നു. ഹലോ മെറിയം സാറ എബ്രഹാം. ജോനഥാൻ അവളുടെ അടുത്ത സീറ്റിൽ വന്നിരുന്നു. എന്താ മാഡം തനിച്ചിരിക്കുന്നത്? ഹേയ്, ഒന്നുമില്ല. തനിക്കിവിടെ ഫ്രണ്ട്സ് ഒന്നുമില്ലേ? ജോനഥാൻ ചോദിച്ചു. ഉണ്ടല്ലോ, അവർ ലൈബ്രറി പോയിരിക്കുക, ഇപ്പോൾ വരും. ഞാൻ തനിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ചോദിച്ചതാണ്. അവർ ഓരോന്ന് സംസാരിച്ചിരുന്നു. അപ്പോ മെറിയം ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടല്ലേ? ജോനഥാൻ ചോദിച്ചു. യെസ്. അപ്പോ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാ? ഏതൻ ഗാർഡൻ. ആലോചിക്കാതെ തന്നെ അവൾ പറഞ്ഞു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളയിടം അവിടമാണ്. ആ ബംഗ്ലാവ്, രാത്രികളിൽ പോയിരിക്കുന്ന ഗാർഡൻ, മഞ്ഞ് പെയ്യുന്ന ഇടതൂർന്ന് മാനം മുട്ടെ വളർന്നു നിൽക്കുന്ന മരങ്ങൾ, നിഗൂഢതകളുള്ള കോളേജ്, പള്ളി, എസ്റ്റേറ്റ്, കുഞ്ഞു കുഞ്ഞു പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഏതൻ ഗാർഡൻ. ജോ, തനിക്ക് സാത്താൻ വർഷിപ്പിൽ റിസർച്ച് ചെയ്യാൻ പറ്റിയ ഇടമാണ്. അവിടെ കുറേ ബുക്സൊക്കെ ഉണ്ട് ഇതിനെക്കുറിച്ച്. റിയലി? പക്ഷേ ഇപ്പോൾ പോകാൻ പറ്റില്ല. ഇവിടെ ജോയിൻ ചെയ്തില്ലേ? അല്ലെങ്കിലും പറ്റില്ല. അവരിങ്ങോട്ട് വരുവാ. മേ ബി അങ്കിളും ആൻറ്റിയും ഉണ്ടാകും. അല്ലെങ്കിൽ ദാവീദ് ഒറ്റയ്ക്ക്. അതെന്തിനാ അവർ വരുന്നത്? അത് കൊള്ളാം. അവരുടെ വീട് കൂടിയല്ലേ ഇത്? ജോ പേര് മറന്നു പോകുന്നു ഇടയ്ക്കിടയ്ക്ക്. നഥാൻ ഡാനിയൽ ഏതൻ ആൻഡ് ദാവീദ് നഥാൻ ഏതൻ. ആ പേര് ഞാൻ അങ്ങനെ ഒന്നും മറക്കില്ല മെറിയം. അതല്ലേ നിന്നെ തേടി ഞാൻ വന്നത്. ദാവീദിനെ എൻ്റെ കയ്യിൽ കിട്ടണമെങ്കിൽ എനിക്ക് നീ വേണം. ജോനഥാൻ ആലോചിച്ചിരുന്നു. എന്താ ആലോചിക്കുന്നത്? ഹേയ്, നത്തിങ്. ശരിക്കും താൻ ഏതൻ ഗാർഡൻ ഇഷ്ടപ്പെടാൻ കാരണം അതൊന്നുമല്ല. ജോനഥാൻ അവളുടെ മനസ്സറിയാൻ പറഞ്ഞു. പിന്നെ? മെറിയം ചോദിച്ചു. ദാവീദ്, അതാണ് റീസൺ അല്ലേ? യു ലവ് ഹിം, ആം ഐ റൈറ്റ്? യെസ്, ഞാൻ അവനെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ദാവീദ് മറ്റൊരാളെയാണ് സ്നേഹിക്കുന്നത്. റിബേക്ക, എൻ്റെ പപ്പയുടെ മറ്റൊരു ഫ്രണ്ടിൻ്റെ മോളാണ്. അത് പുതിയൊരു ക്യാരക്ടറാണല്ലോ ഈ റിബേക്ക. ജോനഥാൻ ചോദിച്ചു. പുതിയ ക്യാരക്ടർ മാത്രമല്ല, ഇമ്പോർട്ടൻ്റ് ക്യാരക്ടർ കൂടിയാ. അപ്പോൾ ഇയാളൊരു ലവ് ഫെയിലിയറായി ഇരിക്കുക അല്ലേ? ജോനഥാൻ ചോദിച്ചു. ആര് പറഞ്ഞു? എൻ്റെ പ്രണയം അത് ഒരിക്കലും തോൽക്കില്ല, ഒരിക്കലും. ഓൾ ദി ബെസ്റ്റ്. ജോനഥാൻ മുഖത്ത് ചിരി വരുത്തി. അവൾ വാച്ച് നോക്കി. പ്രൊഫസറുടെ ക്ലാസ് ഉണ്ട് ജോ, ഞാൻ പോവുകയാണേ. ഓക്കെ. മെറിയം പോകുന്നത് ജോനഥാൻ നോക്കിയിരുന്നു. അവൾ കണ്ണിൽ നിന്ന് മാഞ്ഞപ്പോൾ അവൻ മേശമേലിരിക്കുന്ന മെറിയം ബാക്കിയാക്കിയ കോൾഡ് കോഫി നോക്കി. എൻ്റെ പ്രണയം അതൊരിക്കലും തോൽക്കില്ല. മെറിയത്തിൻ്റെ വാക്കുകൾ അവൻ പറഞ്ഞു. നിന്നെ ഞാൻ കൊണ്ടുപോകും മെറിയം. നിന്നെ എനിക്ക് വേണം. അതിന് ഈ ജോനഥാൻ ഏതറ്റം വരെയും പോകും. നീ ദൈവപുത്രനല്ല, ഈ സാത്താൻ്റെ പുത്രന് വിധിച്ചവളാണ്. അവൻ പതിയെ ചിരിച്ചു. ദാവീദ് ഹാളിലിരുന്ന ബുക്ക് വായിക്കുകയായിരുന്നു രാത്രി. ഇടയ്ക്കിടയ്ക്ക് ആരോ സംസാരിക്കുന്നത് പോലെ അവന് തോന്നി. അവൻ തിരിഞ്ഞു നോക്കി. മെല്ലെ ബുക്ക് താഴെ വെച്ച് അവൻ കോണിപ്പടികൾ കയറി. അബ ലോക്ക് ചെയ്തതാണല്ലോ ഈ റൂം. അവൻ ആലോചിച്ചു. പിന്നെങ്ങനെ ഇത് തുറന്നു? അവൻ അതിൻ്റെ അകത്തേക്ക് കയറിയതും വാതിൽ തനിയെ അടഞ്ഞു. ദാവീദ് വാതിൽ തിരിഞ്ഞു നോക്കി. ദാവീദ് വാതിൽ അകത്ത് നിന്നും വലിച്ചെങ്കിലും തുറന്നില്ല. അവൻ കുറെ ശ്രമിച്ചു. ഇത് ലോക്കായല്ലോ, എന്തു ചെയ്യും? അവൻ ആലോചിച്ചു നിന്നു. മെറിയം നല്ല ഉറക്കമായിരുന്നു. എസ്തേർ. കറുത്ത രൂപം അവൾക്ക് മുന്നിൽ വന്ന് നിന്നു. നിനക്ക് നിന്റെ ഇമ്മാനുവലിനെ സ്വന്തമാക്കണമെങ്കിൽ എന്നെ പ്രാർത്ഥിക്കൂ. എനിക്ക് ബലി തരൂ, ഇല്ലെങ്കിൽ അവന്റെ ജീവൻ ഞാൻ എടുക്കും. ഇല്ല. മെറിയം ഉറക്കത്തിൽ നിന്നെഴുന്നേറ്റു. ഇല്ല, ഞാൻ നിന്നെ പ്രാർത്ഥിക്കുമെന്നും ബലി തരുമെന്നും നീ കരുതണ്ട. ആ എസ്തേർ അല്ല ഇത്.
എന്റെ ജന്മവും കർമ്മവും ജീവിതവും എല്ലാം തകർത്ത നിന്നോടും നിന്റെ നിയമങ്ങളോടും എനിക്ക് പക മാത്രമേ ഉള്ളൂ. എന്റെ ഇമ്മാനുവലിനെ നേടാൻ നിന്നെ എനിക്ക് ആവശ്യമില്ല സാത്താൻ. മറിയത്തിന്റെ മുഖം മാറി. എങ്കിൽ നീ അനുഭവിക്കാൻ ഒരുങ്ങിക്കോളൂ എസ്തേർ. നിന്നെ നിന്റെ ദൈവപുത്രൻ തള്ളിക്കളയുന്ന നാൾ വിദൂരമല്ല. ആ രൂപം അവൾക്ക് മുന്നിൽ നിന്ന് മാഞ്ഞു. കാലത്തെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാനായി വന്നിരുന്നു. മറിയം വന്നപ്പോൾ ദാവീദിന്റെ അടുത്തുള്ള കസേര മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. മറിയം അതിലിരുന്നു. ആര്യൻ അവളെ നോക്കി ചിരിച്ചു. അവളും. അന്ന് എന്നത്തേക്കാളും കൂടുതൽ വിഭവങ്ങളുണ്ടായിരുന്നു. മറിയം റൊട്ടിയെടുത്ത് പ്ലേറ്റിൽ വെച്ചു. സർവൻസ് വന്ന് മറിയത്തിന്റെ ഗ്ലാസ്സിൽ പാലൊഴിച്ചു മുന്നിൽ വെച്ചു. സേറ ഇന്ന് ക്ലാസ്സിന് പോകുന്നുണ്ടോ? ആര്യൻ ചോദിച്ചു. യെസ്, പോകുന്നുണ്ട്. അത് കേട്ടപ്പോൾ ദാവീദ് അവളെ നോക്കി. അതെന്താ മോളെ, ഇന്ന് ലീവ് എടുക്ക്. ദാവീദും ആര്യനും വന്നതല്ലേ? അക്കു പറഞ്ഞു. ഏയ് നോ അബ്ബ, ഇന്ന് ജൂഡ ക്ലാസ് ഉള്ളതാ, എനിക്ക് പോകണം. അവൾ കഴിച്ചെഴുന്നേറ്റ് കൈ കഴുകി ബാഗ് എടുത്ത് അക്കുവിന്റെ കവളിൽ ഉമ്മ കൊടുത്ത് പടികൾ ചാടി ഇറങ്ങിപ്പോയി. ആര്യൻ ദാവീദിനെ നോക്കി. ദാവീദിന്റെ മുഖം ആകെ മാറിയിരിക്കുന്നു. ആര്യന് സന്തോഷം തോന്നിയെങ്കിലും അവൻ അത് പുറത്തു കാണിച്ചില്ല. ദാവീദ് എഴുന്നേറ്റ് റൂമിൽ പോയി. പിന്നാലെ ആര്യനും ചെന്നു. നീ എന്താ ഒന്നും കഴിക്കാതിരുന്നത്? ആര്യൻ ചോദിച്ചു. നീ പറഞ്ഞതുപോലെ തന്നെ മിറിയം ആകെ മാറിയിരിക്കുന്നു. മാറിയതല്ല, മാറ്റിയതാ നീ. നീ റിബേക്കയെ വിളിച്ചവളെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു നോക്ക്. ഒന്നെങ്കിൽ കരഞ്ഞ് കാല് പിടിക്കും, അല്ലെങ്കിൽ വഴക്കിടും. പക്ഷേ ആ പോയത് സേറയാണ് മോനെ. അവിടുന്ന് നീ ഒരു കരുണയും പ്രതീക്ഷിക്കണ്ട. നിന്റെ മമ്മയുടെ ഒരു ചെറിയ രൂപമാണ് അവൾ. അതാണ് നിന്റെ മമ്മയ്ക്ക് വേറെ ആരെക്കാളും അവളോട് ഒരു പൊടിക്ക് ഇഷ്ടം കൂടുതൽ. എനിക്കും, ദാവീദ് പറഞ്ഞു. വേണ്ട, ഇനി നീ അതും പറഞ്ഞ് അവളുടെ അടുത്തേക്ക് ചെല്ലണ്ട. അവളെ ഇനി നീ വേദനിപ്പിക്കും. മതി ആര്യ, നീ എന്നെക്കുറിച്ച് എന്താ ആലോചിക്കാത്തത്? ദാവീദ് അവനെ നോക്കി. നിന്നെക്കുറിച്ച് ആലോചിക്കാൻ നിന്റെ കൂടെ നിൽക്കുന്ന ആരോണുണ്ട്. സേറയുടെ കൂടെ ഞാനെങ്കിലും നിന്നോട്ടെ. ആരോണിന് നിന്നെ ഞങ്ങളെക്കാൾ നന്നായി അറിയാം. എനിക്ക് സേറയും. എന്നെ ഏത് നേരവും ചീത്ത പറയുമെങ്കിലും എൻ്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ച കാര്യങ്ങളിൽ ഒന്നാണ് സേറ എന്നും എൻ്റെ അനിയത്തിയാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവളുടെ കാര്യത്തിൽ എൻ്റെ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ കണ്ടാൽ ഞാൻ സഹിക്കില്ല. ഞാൻ അവളെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിച്ചതാണ് ആര്യ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആര്യൻ അവൻ്റെ 2 കൈകൾ നീട്ടി. ഈ വലത് കൈ സേറ, ഈ ഇടത് കൈ റിബേക്ക. ഇതിലേറ്റവും ഇഷ്ടമുള്ള ആളെ നീ ഒന്ന് തൊട്. കള്ളം കാണിക്കരുത്. പക്ഷേ ആര്യന്റെ മുൻപിൽ പിടിച്ചു നിൽക്കുവാൻ ദാവീദ് ആര്യന്റെ ഇടത് കൈ തൊടാൻ പോയതും ദാവീദിന്റെ കൈ ആരോ പിടിച്ച് ആര്യന്റെ വലത് കൈയിൽ വെച്ചു. ദാവീദ് ചുറ്റും നോക്കി. പിന്നെ തന്റെ കൈയിലേക്കും ആര്യന്റെ മുഖത്തേക്കും. ഇപ്പൊ എന്തായി? ആര്യൻ ചോദിച്ചു. നീ ആരോടായി കള്ളത്തരം കാണിക്കുന്നത്? നിനക്കൊരിക്കലും റിബേക്കയെ സ്നേഹിക്കാൻ കഴിയില്ല. നിനക്ക് സേറയാണ് ഇഷ്ടം. പിന്നെ എന്തിനാ നീ നിന്നോട് തന്നെ കള്ളത്തരം കാണിക്കുന്നത്? ആര്യ, പക്ഷെ അവൾക്ക് അവളുടെ പപ്പ മരിക്കാൻ കാരണം. മതി. അവളുടെ പപ്പയുടെയും അമ്മയുടെയും സ്വഭാവം നിന്റെ അബ്ബയും അമ്മയും പറഞ്ഞതുപോലെയല്ല. എന്റെ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, അവളുടെ പപ്പ മരിച്ചിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ കയ്യിലിരിപ്പ് കൊണ്ടാ. റിബേക്ക ഞാൻ കുറ്റം പറയില്ല. പക്ഷേ പലപ്പോഴും നിന്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കി നിന്നെ കയ്യിലെടുക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ട്. ഇനിയും നിന്നോട് ഇതിനെക്കുറിച്ച് പറയാൻ എനിക്ക് വയ്യ. എല്ലാം നിന്റെ ഇഷ്ടം. പക്ഷെ ഒന്നുണ്ട്, നീ മേലിൽ സേറയെ ഉപദ്രവിക്കുവാൻ നിൽക്കരുത്. അവളെ കണ്ടാൽ റിബേക്കയെ സ്നേഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് സേറയെ നീ പറഞ്ഞയച്ചതാ. ഇപ്പോൾ നീ അവളുടെ മുന്നിലേക്ക് തന്നെ വന്നു. പഴയതെല്ലാം ആവർത്തിച്ച് അവളെ വീണ്ടും വേദനിപ്പിക്കാൻ നിൽക്കണ്ട. കോളേജിലെ വരാന്തയിലെ ഇരിപ്പിടത്തിലിരുന്ന് ബുക്ക് വായിക്കുന്ന മിറിയത്തിന്റെ അടുത്തേക്ക് ജോനത്താൻ വന്നു. ഈ ബുക്ക് കഴിഞ്ഞില്ലേ? ജോനത്താൻ ചോദിച്ചു. കഴിയാറായി. മിറിയം അവനെ നോക്കി ചിരിച്ചു. ഞാൻ നിനക്ക് വേറൊരു ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ ഒരു ബുക്ക് അവൾക്ക് നേരെ നീട്ടി. അവൾ ആ ബുക്ക് വാങ്ങി. ദ സാത്താനിക് റിച്വൽസ്. അവൾ ആ ബുക്കിന്റെ പേര് വായിച്ച് ജോനത്താനെ നോക്കി. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ജോനത്താൻ അവളുടെ അടുത്തിരുന്നു. ജോ, ഈ ബുക്ക് എനിക്ക് വേണ്ട. അവൾ ആ ബുക്ക് അവന്റെ അടുത്ത് വെച്ചു. അതെന്താ? ഞാൻ ഏതൻ ഫാമിലിയിലെ കുട്ടിയാണ്. സാത്താനുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും വായിക്കാനോ കൊണ്ടു നടക്കാനോ പാടില്ല. അത് ഞങ്ങളുടെ നിയമത്തിനെതിരാണ്. തെറ്റാണ്. അത് കേട്ടപ്പോൾ ജോനത്താൻ ചിരിച്ചു. എന്താ ചിരിക്കുന്നത്? മിറിയം ഒന്നും മനസ്സിലാകാതെ ജോനത്താനെ നോക്കി. എടോ, തന്നോട് ഞാൻ സാത്താനെ ആരാധിക്കാൻ പറഞ്ഞതുപോലെ ഉണ്ടല്ലോ. സാഹിത്യത്തിനും എഴുത്തിനും വായനയ്ക്കും കലയ്ക്കും ദൈവമില്ല, സാത്താനുമില്ല. കഴിവ് മാത്രമേ ഉള്ളൂ. എന്തിനെക്കുറിച്ച് എഴുതാനും പറയാനും കഴിവും അറിവും വേണം. മനുഷ്യനെല്ലാം അറിഞ്ഞിരിക്കണം. നല്ലതും തെറ്റും എല്ലാം ചെയ്യണം. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യാൻ പാടില്ലല്ലോ.
അവൾ പറഞ്ഞു. താൻ ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ലേ? ജോനഥാൻ ചോദിച്ചു. അറിവിലില്ല. ഓക്കെ, തൻ്റെ ദാവീദ് വന്നോ? ഇന്നലെ രാത്രി എത്തി. സംസാരിച്ചോ? ജോനഥാൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ഇല്ല. അതെന്താ, സംസാരിക്കാൻ പാടില്ലേ? സാഹചര്യം ഉണ്ടാക്കി കൊടുത്തില്ല. എന്നെ കണ്ടാൽ അവളെ സ്നേഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ അവൻ എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഇനി ഞാൻ സംസാരിച്ച് പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് കരുതി. തെറ്റല്ലേ അത്? ജോനഥാൻ ചോദിച്ചു. അതെങ്ങനെ തെറ്റാകും? ശരിയല്ലേ അത്? ദാവീദിന് നിന്നോട് സംസാരിക്കാനുണ്ടെങ്കിൽ നീ അവഗണിക്കുന്നത് തെറ്റല്ലേ? അവന് സംസാരിക്കാനുണ്ടാക്കുക, പഠിക്കണം, ഒരാളെ കണ്ടെത്തണം, ഒപ്പം ജീവിക്കണം, ഇതല്ലേ? ഇതൊന്നും എനിക്ക് ദാവീദ് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഈ മുൻധാരണയാണ് തെറ്റ്. എന്നാൽ അവൻ അതാണ് പറയാനുള്ളതെന്ന് തനിക്ക് ഉറപ്പുണ്ടെങ്കിൽ താൻ അത് ചെയ്യ്. അവൻ്റെ ഇഷ്ടം നടക്കട്ടെ. മറിയം ജോനഥാനെ നോക്കി ഇല്ലെന്ന് തലയാട്ടി. ദാവീദിനെ മറക്കുക എനിക്ക് കഴിയാത്ത കാര്യമാണ്. നീ നിന്നെ സ്നേഹിക്കാത്ത മറ്റൊരാളെ സ്നേഹിക്കുന്ന ദാവീദിനു വേണ്ടി ജീവിതം കളയുന്നത് നിന്റെ പേരൻസിനോട് ചെയ്യുന്ന തെറ്റല്ലേ മറിയം? അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റ്. എന്നിട്ട് താൻ തെറ്റ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ? മതി ജോ, ഞാൻ ഒരാൾക്കും ഒരു ശല്യവും ചെയ്യുന്നില്ല. എനിക്കൊരു വിശ്വാസമുണ്ട്. ദാവീദ് എനിക്കുള്ളതാണെങ്കിൽ എനിക്ക് തന്നെ സ്വന്തമാകും. അവൻ എന്നെ മനസ്സിലാക്കി വരുന്ന നേരം എൻ്റെ ജീവിതത്തിൽ വേറെ ഒരാളും പാടില്ല. ദാവീദ് വന്നില്ലെങ്കിൽ? ജോനഥാൻ അവളെ നോക്കി. വരും. മറിയം ചിരിച്ചു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ദാവി. അക്കു അവന്റെ റൂമിലേക്ക് വന്നു. കൂടെ കുറച്ചു പേരുണ്ടായിരുന്നു. അവരെല്ലാം തല താഴ്ത്തി ദാവീദിനോടുള്ള ബഹുമാനം അറിയിച്ചു. എന്താ അങ്കിൾ? ഇതെല്ലാം സിനഗോഗിൽ നിന്ന് വന്നവരാണ്. അക്കു പറഞ്ഞപ്പോൾ അവൻ അവരെയെല്ലാം നോക്കി. മോനെ, നിന്റെ നിയമപഠനങ്ങൾ നടത്താൻ നല്ലൊരു ദിവസം കണ്ടെത്തണമെന്ന് പറയാൻ വന്നതാണ്. അതെങ്ങനെയെന്നാൽ അങ്കിൾ സംസാരിച്ചോളൂ. തീരുമാനം എന്നെ അറിയിച്ചാൽ മതി. പക്ഷെ മോനെ, നീ സിനഗോഗിൽ പോയി നിൽക്കേണ്ടി വരും. കൂടെ ആരൊക്കെ വേണമെന്ന് പറഞ്ഞാൽ, കാരണം ഒപ്പം ഏഥനിലെ ഒരു പെൺകുട്ടി കൂടെ വേണമെന്നാണ്. അതാരാണെന്ന് പറഞ്ഞാൽ ആര്യനും മറിയവും മതി. ദാവീദ് പറഞ്ഞത് കേട്ടപ്പോൾ ആര്യൻ അവനെ നോക്കി. സേറ വരുമോ എന്നെനിക്കറിയില്ല, അക്കു പറഞ്ഞു. വരണം, ഉറച്ച ശബ്ദത്തോടെ ദാവീദ് പറഞ്ഞു. ശരി. പിന്നെ ഇന്നാ പൗരമുഖ്യർ വരും. ഇരുണ്ട ഭൂമിയിലെ മൈനിങ് നടന്നുകൊണ്ടിരിക്കുക. അങ്കിൾ, ഇരുണ്ട ഭൂമിയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എനിക്ക് വേണം, ഉടനെ. ശരി, എങ്കിൽ ഞങ്ങൾ... അക്കു അവനെ നോക്കി. ശരി അങ്കിൾ. നീ എന്തിനാ സേറയെ കൊണ്ടുപോകുന്നത്? അവർ പോയപ്പോൾ ആര്യൻ ചോദിച്ചു. എനിക്കിവിടെ ആകെ അറിയുന്ന പെൺകുട്ടി അവള് മാത്രമാ. അറിയുന്ന പെൺകുട്ടി തന്നെ വേണമെന്ന് നിർബന്ധമില്ലല്ലോ. നിന്റെ വേറെ കസിൻസ് ഇല്ലേ? അവരുടെയും പെൺമക്കളില്ലേ? ഞാൻ എന്റെ തീരുമാനം പറഞ്ഞു, അതിൽ മാറ്റമില്ല. ദാവീദ് ബാൽക്കണിയിലേക്ക് പോയി. അവൻ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോഴാണ് ഗേറ്റിന് പുറത്ത് ഒരു കാറ് വന്ന് നിന്നത് അവൻ കണ്ടത്. മറിയം ഡോറ് തുറന്നിറങ്ങി. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ജോനഥാനും. ജോ, ആര്യനെയും ദാവീദിനെയും പരിചയപ്പെട്ടു പോകാം. ഇല്ലടോ, പിന്നാകട്ടെ. നോ, ഞാൻ സമ്മതിക്കില്ല, വായോ. അവൾ അവന്റെ കൈ പിടിച്ചു. നിന്നെ കൊണ്ട് തോറ്റല്ലോ. ശരി. ജോനഥാൻ അവളുടെ ഒപ്പം ചെന്നു. ഹലോ ജോനഥാൻ. അക്കു അവന് കൈ കൊടുത്തു. ഹായ് അങ്കിൾ. പിടിച്ച പിടിയാലെ കൊണ്ടുവന്നതാ പപ്പ. ആര്യനും ദാവിയും വന്നതല്ലേ പരിചയപ്പെടുത്താൻ. അന്നേരമാണ് ദാവീദും ആര്യനും പടികൾ ഇറങ്ങി വരുന്നത് കണ്ടത്. ദാവീദിന്റെ നോട്ടം പോയത് ജോനഥാന്റെ കൈ പിടിച്ചിരിക്കുന്ന മിറിയത്തിന്റെ കയ്യിലേക്കാണ്. ജോ, ഇതാണ് എന്റെ ആര്യൻ. ഹായ് ആര്യൻ. ജോനഥാൻ അവന് കൈ കൊടുത്തു. ആര്യ, ഇതെന്റെ ഫ്രണ്ട്, എന്റെ സാറ്. ഒപ്പം ആരോണിന്റെ ഫ്രണ്ട് കൂടിയാണ് ജോനഥാൻ. ജോനഥാൻ, ആരോണിന്റെ ഫ്രണ്ട്. ഓ, ആ ഫോട്ടോഗ്രാഫർ. എന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ട്. ആ ഫോട്ടോസും കാണിച്ചു തന്നു. ഒരു രക്ഷയില്ല ബ്രോ, കിടുവായിരുന്നു. ആര്യൻ പറഞ്ഞു. എന്റെയും കൂടി കുറച്ച് ഫോട്ടോസ് എടുത്തു തരണേ. ആര്യൻ ചിരിച്ചു. ഓ തീർച്ചയായും, ഇവിടെ ഉണ്ടല്ലോ, ജോനഥാൻ പറഞ്ഞു. ജോ, ഇത് ദാവീദ്. ജോനഥാൻ ദാവീദിനെ നോക്കി. ഹലോ. ജോനഥാൻ കൈ കൊടുത്തു. ദാവീദും. അപ്പോഴേക്കും അവർക്കുള്ള കോഫിയും മറ്റുമെത്തി. ജോനഥാൻ സേറയുടെ പ്രൊഫസറാണല്ലേ? ആര്യൻ ചോദിച്ചു. ഒരു പ്രൊഫസർ ഇത്രയും ചെറുപ്പം? ഞങ്ങളുടെ ഒന്നിനും കണ്ണുപോലും കാണില്ല. അത് കേട്ടപ്പോൾ ജോനഥാൻ ചിരിച്ചു. ഇവളെങ്ങനെ പഠിക്കുവോ? നല്ല കുട്ടിയല്ലേ? ജോനഥാൻ മറിയത്തെ നോക്കി. ആദ്യമായിട്ടാ നീ നല്ലൊരു കുട്ടിയാണെന്ന് ഒരാൾ പറയുന്നത് ഞാൻ കേൾക്കുന്നത്, ആര്യൻ പറഞ്ഞു.
ഇവള് കൈക്കൂലി വല്ലതും തന്നോ? പോടാ, മിറിയം പറഞ്ഞു. ദാവീദ് ഒന്നും മിണ്ടാതെ ചിരിക്കുന്ന മിറിയത്തെ നോക്കി നിന്നു. എന്തോ പറഞ്ഞ് ചിരിക്കുന്നതിനിടയിൽ ജോനത്താൻ മിറിയത്തെ നോക്കി നിന്ന ദാവീദിനെ കണ്ടു. ദാവീദ് എന്താ ഒന്നും മിണ്ടാത്തത്? ഹേയ്, നത്തിങ്, ദാവീദ് പറഞ്ഞു. അപ്പം മിറിയം, ഞാൻ ഇറങ്ങട്ടെ. അവൻ വാച്ചിൽ നോക്കി. ടൈം ഒരുപാടായി. നിങ്ങളോട് സംസാരിച്ച് നേരം പോയത് തന്നെ അറിഞ്ഞില്ല. ഓക്കേ, ആര്യൻ പറഞ്ഞു. അപ്പോൾ വീണ്ടും കാണാം, ജോനത്താൻ എല്ലാവരോടും പറഞ്ഞു. ശരി, ദാവീദ് അവനെ നോക്കി പുഞ്ചിരിച്ചു. ജോനത്താനെ യാത്രയയക്കാൻ മിറിയം അവനോടൊപ്പം പോയി. സേറ എന്തൊരു ഹാപ്പിയാണ്. സത്യം പറഞ്ഞാൽ ജോനത്താനും സേറയും നല്ല ചേർച്ചയുണ്ട്, അല്ലേ ദാവി? ആര്യൻ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു. മിറിയം ജോനത്താനെ യാത്രയാക്കി വരുമ്പോൾ ഹാളിൽ ദാവീദ് അവളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മിറിയം, തന്നെ ശ്രദ്ധിക്കാതെ സ്റ്റെപ്സ് കയറാൻ പോയ മിറിയത്തെ അവൻ വിളിച്ചു. മിറിയം അവനെ നോക്കാതെ തന്നെ നിന്നു. പെട്ടെന്ന് ഒരാൾ വന്ന് ഹാളിലുണ്ടായിരുന്ന ജോലിക്കാരോട് അകത്തേക്ക് പോകുവാൻ പറഞ്ഞു. അവരെല്ലാവരും അകത്തേക്ക് പോയി. ഹാളിൽ ദാവീദും മിറിയവും മാത്രമായി. മിറിയം, അവൻ ഒന്നുകൂടെ വിളിച്ചപ്പോൾ അവൾ അവന് മുന്നിൽ വന്ന് നിന്നു. പറയൂ, അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. ദാവീദ് നോക്കിയത് അവളുടെ കണ്ണുകളിലേക്കായിരുന്നു. എന്തിനാണ് എന്നെ വിളിച്ചത്? അവളുടെ ശബ്ദം കേട്ടപ്പോഴാണ് ദാവീദ് ബോധത്തിലേക്ക് വന്നത്. നീ ക്ലാസ് കഴിഞ്ഞ് എന്നും അയാൾക്കൊപ്പമാണോ വരാറ്? ആർക്ക്? ജോനത്താൻ. എന്നുമെന്ന് പറഞ്ഞാൽ ജോനത്താൻ എൻ്റെ പ്രൊഫസറായി ജോയിൻ ചെയ്തിട്ട് അധികമായിട്ടില്ല. പ്രൊഫസർ എന്നതിലുപരി അദ്ദേഹം എനിക്ക് എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്. നാളെ മുതൽ നീ ഇവിടുത്തെ കാറിൽ പോയാൽ മതി. അപരിചിതരുമായുള്ള സൗഹൃദം നല്ലതല്ല. ആരും പരിചിതരായല്ല ജനിക്കുന്നത്. ഞാനും താങ്കളുമെല്ലാം ഓരോരുത്തരും ഇങ്ങനെയല്ലേ പരിചയപ്പെടുക. എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ല മിറിയം. ചില അപരിചിതർ വേദന മാത്രമേ നൽകൂ. പരിചിതർ തരുന്ന വേദനയോളം ഒന്നും അത് വരില്ല. പിന്നെ എൻ്റെ സൗഹൃദങ്ങൾ തീരുമാനിക്കുക ഞാനാണ്. വിശുദ്ധ ഏത്തൻ്റെ അധികാര പരിധിയിൽ അത് പെടില്ല. അധികാരങ്ങളൊക്കെ താങ്കൾക്ക് പ്രിയപ്പെട്ടവരുടെ അടുത്തെടുക്കുക. മിറിയം അവന്റെ അടുത്ത് നിന്ന് തിരിഞ്ഞു നടന്ന് പടികൾ കയറുമ്പോൾ ആര്യൻ നിൽക്കുന്നുണ്ടായിരുന്നു. ആര്യൻ അവളെ നോക്കി ചിരിച്ചു. അവളും. ഞാനോ? മിറിയം അക്കുവിനെ നോക്കി. അപ്പോൾ എൻ്റെ ക്ലാസ്? അവിടെ നിന്നും പോകാലോ. കോളേജ് അവിടെ നല്ലേ ഒന്നുകൂടി അടുത്ത്. ഇല്ല പാപ്പാ, ഇവിടെ വേറെയും പെൺകുട്ടികളുണ്ട്. അവർ പോകട്ടെ, ഞാൻ പോകില്ല. സേറ വാശി പിടിക്കല്ലേ, നീ തന്നെ പോകും, കേറ പറഞ്ഞു. ഈമ, കഷ്ടമാണിത്. എനിക്ക് താല്പര്യമില്ല. ആർക്കാ ഞാൻ പോകണമെന്ന് ഇത്ര വാശി? മിറിയം, കേറയുടെ അച്ഛൻ അവിടേക്ക് വന്നു. മേലേക്ക് പറഞ്ഞാൽ അനുസരിക്കണം. നീ പോകണം. ഇനി നിന്റെ നഥാൻ അങ്കിൾ നിന്നോട് വിളിച്ചു പറയണോ? അക്കു ചോദിച്ചു. വേണ്ട, ഞാൻ പോയിക്കോളാം. മിറിയം മുഖം വീർപ്പിച്ച് ബെഡിലിരുന്നു. ദാവീദ് റൂമിലിരുന്ന് ബുക്ക് വായിക്കുമ്പോഴാണ് അവന് കോൾ വന്നത്. റിബേക്കയായിരുന്നു. ഹലോ, എന്താ ദാവി എത്തിയിട്ട് ഇത്ര നേരമായിട്ട് വിളിക്കാതിരുന്നത്? ഞാനൊരു തിരക്കിൽ പെട്ടുപോയി. അന്നേരമാണ് മിറിയം അവന്റെ റൂമിലേക്ക് വന്നത്. ഞാൻ നിന്റെ ഒപ്പം സിനഗോഗ് വരണമെന്ന് നീ പറഞ്ഞോ? മിറിയം ചോദിച്ചു. ആരാ ദാവി അത്? ശബ്ദം കേട്ട് റിബേക്ക ചോദിച്ചു. ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാം. ദാവീദ് കോൾ കട്ട് ചെയ്ത് പറഞ്ഞു. എനിക്ക് താല്പര്യമില്ല. എല്ലാം നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെന്താ ഇപ്പോ ഈ ദേഷ്യം? എല്ലാം എത്ര എളുപ്പം നീ പറഞ്ഞു തീർത്തു. അതെന്റെ മനസ്സിനെ പഠിപ്പിക്കാൻ തന്നെയായി ഈ ദേഷ്യം. അതുകൊണ്ട് ഞാൻ വരില്ല. വരണം. എനിക്ക് എന്റെ പഴയ പകിനെ വേണം. ഇല്ല, ആ പഴയ മിറിയം ഇനി ഉണ്ടാകുമെന്ന് സംശയമാണ്. നീ എന്നെ എത്രത്തോളം വേദനിപ്പിച്ചു എന്ന് നിനക്കറിയില്ല ദാവി. എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല, ദാവീദ് പറഞ്ഞു. നീ ഒരു സ്വാർത്ഥനാണ്. പഴയ ആ മിറിയത്തെ കിട്ടുമെന്ന് കരുതിയാണ് നീ എന്നെ കൊണ്ടുപോകുന്നതെങ്കിൽ നീ തോറ്റുപോകും. മിറിയം അവിടെ നിന്ന് പോയി. രാത്രി ഉറക്കം വരാതെ മിറിയം ബാൽക്കണിയിൽ വന്ന് ഹെബ്രോൻ കുന്നിലേക്ക് നോക്കി നിന്നു. തണുത്ത കാറ്റ് അവളെ വന്ന് തലോടിപ്പോയി. അവൾ മെല്ലെ ബാൽക്കണിയിലൂടെ താഴേക്കിറങ്ങി മതിൽ ചാടി ഹെബ്രോൻ കുന്ന് ലക്ഷ്യമാക്കി ഓടി. കുന്നിന്റെ താഴ്വരയിലെത്തിയപ്പോൾ മിറിയത്തിന്റെ മുഖത്തൊരു ചിരി വിടർന്നു. ഇമ്മാനുവൽ! മിറിയം താഴെ നിന്ന് വിളിച്ചപ്പോൾ അവൻ തിരിഞ്ഞു നോക്കി കൈകൾ രണ്ടും അവൾക്ക് നേരെ നീട്ടി. മിറിയം ഓടിച്ചെന്ന് ഇമ്മാനുവലിനെ കെട്ടിപ്പിടിച്ചു. ദാവീദ് ഉറക്കത്തിൽ നിന്നെഴുന്നേറ്റു. ഇമ്മാനുവൽ! മിറിയം അവന്റെ മുഖം കയ്യിലെടുത്ത് വിളിച്ചു. എസ്തേർ, നമ്മൾ ആദ്യമായി കണ്ട ഇടം, നിന്റെ നക്ഷത്ര കണ്ണുകളിൽ ഞാൻ മയങ്ങിയ ഇടം, എസ്തേർ എന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ ഇടം. യുഗങ്ങൾക്ക് ശേഷം
നമ്മൾ ഇവിടെ ഇങ്ങനെ എത്തുമെന്ന് ഞാൻ കരുതിയില്ല. ഇമ്മാനുവൽ മിറിയത്തെ കെട്ടിപ്പിടിച്ചു. ദാവീദ് ബെഡിൽ നിന്ന് എഴുന്നേറ്റു. നമ്മൾ വീണ്ടും ഈ മണ്ണിൽ, പക്ഷേ നമ്മൾ മാത്രം ഇങ്ങനെ സ്നേഹിച്ചിട്ട് കാര്യമില്ലല്ലോ. ഈ മണ്ണിൽ എത്തിയില്ല ഇവർ, ഇനിയെല്ലാം കാലത്തിന് വിട്ടുകൊടുക്കും നമ്മൾ. ഇമ്മാനുവൽ പറഞ്ഞു. നമ്മളാണിവർ, അവർ ഒന്നിക്കും. ദാവീദ് ഉറക്കം വരാതെ ബാൽക്കണിയിൽ വന്ന് നിന്നു. മിറിയം ഉറങ്ങിക്കാണുമോ? അവളോട് സംസാരിക്കണം. ദാവീദ് വാതിൽ തുറന്ന് അവളുടെ മുറിയിലേക്ക് ചെന്ന് വാതിൽ തുറന്നപ്പോൾ റൂമിൽ മിറിയമില്ലായിരുന്നു. ബാത്റൂമിലും കാണാതെ ആയപ്പോൾ ദാവീദ് അവളുടെ ബെഡിലിരുന്ന് ചുറ്റും നോക്കി. ബെഡിനോട് ചേർന്ന് കിടക്കുന്ന മേശമേലിരിക്കുന്ന അവളുടെ ഫോട്ടോ എടുത്ത് അവൻ നോക്കി. മിറിയം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതിലൂടെയെല്ലാം അവൻ വിരലോടിച്ചു. ഒരു കുഞ്ഞു പെട്ടിയിൽ അവളുടെ പൊട്ടിയ വളകളും പഴയ റിബണുകളുമെല്ലാം മിറിയം എടുത്തു വെച്ചിരുന്നു. അതിനപ്പുറം ഇരിക്കുന്ന മിറിയത്തിന്റെ ബുക്കുകളെല്ലാം എടുത്ത് ദാവീദ് മറിച്ചു നോക്കി. മിറിയം സെറ ദാവീദ്. ആദ്യമെടുത്ത ബുക്കിലെ ആദ്യത്തെ പേജിൽ എഴുതിയത് അവൻ വായിച്ചു. ദാവീദ് അടുത്ത ബുക്കെടുത്തു. അതിലും അങ്ങനെ എഴുതിയിരുന്നു. അവൻ അടുത്ത ബുക്കെടുത്തു. എല്ലാ ബുക്കിലും അങ്ങനൊരു പേര് അവൻ വായിച്ചു. ദാവീദ് ബുക്കെല്ലാം എടുത്തു വെച്ചു. അവൻ വന്ന് ബെഡിലിരുന്ന് ബാൽക്കണിയിലേക്ക് നോക്കി. കുറച്ചു കഴിഞ്ഞപ്പോൾ മിറിയം ബാൽക്കണിയിലൂടെ റൂമിലേക്ക് വരുമ്പോൾ ദാവീദ് ബെഡിലിരിക്കുന്നത് കണ്ടു. നീ എവിടെയായിരുന്നു? ദാവീദ് അവളെ കണ്ടപ്പോൾ ചോദിച്ചു. അവൾ ഒന്നും പറഞ്ഞില്ല. ഈ രാത്രി നീ എവിടെ പോയതാ? ഞാൻ എന്റെ കാമുകനെ കാണാൻ പോയതാ. മിറിയം എന്തോ ആലോചിച്ചു പറഞ്ഞു. കാമുകനോ? ദാവീദ് ചോദിച്ചു. എന്നെ മാത്രം സ്നേഹിക്കുന്ന എന്റെ മാത്രമായ ഒരാൾ. നീ കള്ളം പറയില്ലേ മിറിയം, സത്യം പറയേ. ദാവീദിന് ദേഷ്യം വന്നു തുടങ്ങി. സത്യം, ദൈവം സത്യം, ഞാൻ ഇതുവരെ നിന്നോട് കള്ളം പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതൊക്കെയോ? അവൻ അവളുടെ ബുക്സ് എടുത്ത് കാണിച്ചു കൊടുത്തു. ഇതൊക്കെ എന്താ? മിറിയം സെറ ദാവീദ് എന്ന്. അതോ? അവൾ ആ ബുക്ക് വാങ്ങി എഴുതിയത് കീറിയെടുത്തു. കഴിഞ്ഞില്ലേ? അവൾ പേന എടുത്ത് ആ ബുക്കിൽ ഇങ്ങനെ എഴുതി, മിറിയം സെറ ഇമ്മാനുവൽ. ആരാ ഇമ്മാനുവൽ? അവൻ ചോദിച്ചു. ഞാൻ ഇമ്മാനുവലിനെ കാണാൻ പോയതാ. അവൻ ആരാ നിന്റെ? എന്റെ കാമുകൻ. ഞാൻ സ്നേഹിക്കുന്ന, എന്നെ മാത്രം സ്നേഹിക്കുന്ന എന്റെ ഇമ്മാനുവൽ. എന്റെ ജീവനും ആത്മാവും എല്ലാം അവനാ. ഞാൻ വിശ്വസിക്കില്ല. നീ കള്ളം പറയുന്നു. കള്ളമല്ല, ഞാൻ സത്യമാണ് പറഞ്ഞത്. നിനക്ക് കാണണോ എന്റെ ഇമ്മാനുവലിനെ? അവൾ ചോദിച്ചു. ദാവീദ് മൂളി. വായോ. അവൾ അവന്റെ കൈ പിടിച്ച് നടന്ന് റൂമിലെ ഒരു കണ്ണാടിക്ക് മുന്നിൽ കൊണ്ടുചെന്ന് നിർത്തി. ഇതാണ് ഞാൻ സ്നേഹിക്കുന്ന ഇമ്മാനുവൽ, അവൾ ദാവീദിന് പിന്നിൽ നിന്ന് പറഞ്ഞു. ദാവീദ് കണ്ണാടിയിലേക്ക് തന്നെ നോക്കി നിന്നു. എന്റെ ഇമ്മാനുവൽ ഇതാണ്. ഒരു വാക്കുകൊണ്ടും എന്നെ വേദനിപ്പിക്കാത്ത, എന്നെ മാത്രം സ്നേഹിക്കുന്ന ഇമ്മാനുവൽ. ഈ ഇമ്മാനുവലിന് വേണ്ടിയാ ഞാൻ ജനിച്ചത്, ജീവിക്കുന്നത്, മരിക്കുന്നതും ഈ ഇമ്മാനുവലിന് വേണ്ടി തന്നെയായിരിക്കും. അത് കേട്ടപ്പോൾ ദാവീദ് മിറിയത്തെ നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. നിനക്കറിയില്ലേ നീ എന്നെ എത്ര സ്നേഹിച്ചിരുന്നുവെന്ന്? നോക്ക്. അവൾ അവന്റെ കൈ പിടിച്ച് ബാൽക്കണിയിലേക്ക് വന്നു. നോക്ക്, ആ ഹെബ്രോൻ കുന്നിന്റെ താഴ്വരയിൽ എന്നെ നിന്റെ ഈ നെഞ്ചോട് ചേർത്ത് എത്ര തവണ നീ മരുന്ന് ചെടികൾക്കിടയിൽ ഇരുന്നിട്ടുണ്ട്. മിറിയം ദാവീദിന്റെ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു. എത്ര തവണ നീ എന്റെ മൂർധാവിൽ ചുംബിച്ചിട്ടുണ്ട്. മിറിയം കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഞാൻ നിന്റേതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമ്മാനുവൽ. അവൾക്ക് ദാവീദിനെ കണ്ണിൽ നിന്ന് മറയുന്നതായി തോന്നി. അവളുടെ കണ്ണിൽ ഇരുട്ട് നിറഞ്ഞു വീഴുവാൻ പോയതും ദാവീദ് അവളെ പിടിച്ചു. അവൻ അവളെ ബെഡിൽ കിടത്തി അടുത്തിരുന്നു. ദാവീദ് മിറിയത്തിന്റെ മുടിയിൽ തലോടി അവന്റെ അടുത്ത് കിടന്ന മിറിയത്തിന്റെ മുഖത്തേക്ക് നോക്കി. മിറിയത്തിന്റെ കൺകോണിൽ അപ്പോഴും ഒരു തുള്ളി കണ്ണീര് നിന്നിരുന്നു. മിറിയം കണ്ണു തുറന്ന് നോക്കുമ്പോൾ ദാവീദ് അടുത്ത് കിടക്കുന്നത് കണ്ടു. ദാവീദ്, അവൾ ഉറക്കെ വിളിച്ചു. ദാവീദ് കണ്ണു തുറന്ന് അവളെ നോക്കി. നീ എന്താ ഇവിടെ? അവൻ എഴുന്നേറ്റ് ചുറ്റും നോക്കി. നിന്നോടാ ചോദിച്ചേ, നീ എന്താ എന്റെ ബെഡിൽ? നീ ഇന്നലെ എവിടെയാ പോയത്? ദാവീദ് ചോദിച്ചു. ഞാൻ അതല്ല ചോദിച്ചത്, നീ എങ്ങനെ ഇവിടെ വന്നു എന്നാ. മിറിയം, അത് തന്നെയാ ഞാൻ പറയാൻ വരുന്നത്. ഞാൻ ഇന്നലെ നിന്റെ റൂമിൽ വന്നപ്പോൾ നിന്നെ കണ്ടില്ല. കുറെ ഇവിടെ കാത്തിരുന്നു. അപ്പോഴാ നീ ബാൽക്കണിയിലൂടെ കയറി വന്നത്. എവിടെ പോയിരുന്നു എന്ന് ചോദിച്ചപ്പോൾ നീ എന്തൊക്കെയോ പറഞ്ഞു. അവസാനം തലകറങ്ങി വീണു. അപ്പം നിന്നെ ഞാനിവിടെ കിടത്തി. നീ ഉണരുന്നത് നോക്കിയിരുന്ന് ഞാൻ ഉറങ്ങിപ്പോയി. ഇതാണുണ്ടായത്. ദാവീദിന്റെ നിഷ്കളങ്കമായ മറുപടി കേട്ടപ്പോൾ മിറിയം ഒന്നും പറഞ്ഞില്ല. തന്റെ ദാവി അവളോട് കള്ളം പറയില്ലെന്ന് അവൾക്കറിയാമായിരുന്നു.
അവൾ നിലത്തേക്ക് നോക്കുമ്പോൾ ഒരുപാട് കടലാസുകൾ കിടക്കുന്നുണ്ടായിരുന്നു. അവൾ എഴുന്നേറ്റ് അതെല്ലാം നോക്കി. ഇതൊക്കെ ആരാ കീറിയത്? അവൾ ദാവീദിനെ നോക്കി. നീ തന്നെയാ കീറിയത്. ഞാനോ? ഇല്ല, ഞാനിതൊന്നും കീറില്ല. അവൾ അതെല്ലാം എടുത്ത് തന്റെ പെട്ടിയിൽ കൊണ്ടുവച്ചു. ആരാ ഇമ്മാനുവൽ? ദാവീദ് ചോദിച്ചു. ഇമ്മാനുവലോ? അവൾ തിരിഞ്ഞു നോക്കി. നീ ഇന്നലെ പറഞ്ഞതാ നിന്റെ കാമുകന്റെ പേരാ ഇമ്മാനുവൽ എന്ന്. അത് കേട്ടപ്പോൾ മറിയം തിരിഞ്ഞു നിന്നു. നിന്റെ പേരെന്താ? അവൾ ചോദിച്ചു. ദാവീദ്, അവൻ പറഞ്ഞു. അല്ലാതെ ഇമ്മാനുവൽ എന്നല്ലല്ലോ. മറിയം, വേണ്ട, ഞാൻ നിന്നോടൊന്നും ആവശ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ എന്നോടൊന്നും പറയാൻ നീ വരണ്ട. എനിക്ക് കോളേജിൽ പോണം. അവൾ ഡ്രസ്സ് എടുക്കുന്നതിനായി ഷെൽഫ് തുറന്നപ്പോൾ ദാവീദ് അവിടെ നിന്നും പോയി. മറിയം ഷെൽഫിന്റെ ഡോറ് പിടിച്ച് അവനെ നോക്കി ചിരിച്ചു. അയ്യോ, എന്റെ കാമുകനെ കണ്ടുപിടിക്കാൻ വന്നിരിക്കുന്നു. മറിയം ചിരിച്ചുകൊണ്ട് ഷെൽഫ് അടച്ച് ബെഡിൽ വന്ന് കിടന്നു. നിന്നെ അങ്ങനെ ഒരു റിബേക്കയ്ക്ക് ഞാൻ വിട്ടുകൊടുക്കില്ല. അയ്യോ, കോളേജ്! അവൾ വേഗം എഴുന്നേറ്റു. കോളേജിൽ പോകാനായി റെഡിയായി മറിയം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ചെന്നിരുന്നു. നാളെ നിനക്ക് ക്ലാസ് ഇല്ലല്ലോ സാറാ? അക്കു ചോദിച്ചു. ഇല്ല അബ്ബാ. അപ്പോ നാളെ പോകാൻ സിനഗോഗിലേക്ക്. അത് കേട്ടപ്പോൾ അവൾ ദാവീദിനെ നോക്കി. ദാവീദ് അവളെയും. വേഗം ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ച് അവൾ എഴുന്നേറ്റു. മറിയം എന്താ ഒന്നും കഴിക്കാത്തത്? ദാവീദ് അവളോട് ചോദിച്ചു. വിശക്കുന്നില്ല, കഴിച്ചിട്ട് പോയാൽ മതി, ദാവീദ് അവളോട് പറഞ്ഞു. സേറ, ദാവീദ് പറഞ്ഞത് കേട്ടില്ലേ? കഴിക്കി, കേറ പറഞ്ഞു. അവൾ ദേഷ്യത്തോടെയിരുന്നു. അത് കണ്ട് ആര്യൻ ചിരി അടക്കി പിടിച്ചു. ഈ രണ്ടെണ്ണത്തിന്റെ മനസ്സിൽ എന്താണെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. ആര്യൻ മറിയത്തെയും ദാവീദിനെ നോക്കി. ഒരാൾക്ക് വിട്ടുപോകാനും വയ്യ, മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാനും വയ്യ. എന്നാൽ വിട്ടുപോവുകയും വേണം. മറിയം വേഗം ഭക്ഷണം കഴിച്ചെഴുന്നേറ്റു. മറിയം വരാന്തയിലേക്ക് ഇറങ്ങിയപ്പോൾ ജോനഥാന് ചുറ്റും കുട്ടികൾ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ എന്തൊക്കെയോ സംശയങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. ജോനഥാൻ അതിനിടയിൽ മറിയം അവരെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ അവൻ അവളെ നോക്കി ചിരിച്ചു. മറിയം അവിടെ നിന്നും സ്റ്റെപ്സ് ഇറങ്ങി താഴെ പോയി ദൂരേക്ക് നോക്കി നിന്നു. പിള്ളേര് പോയപ്പോൾ ജോനഥാൻ വരാന്തയിൽ നിന്ന് നോക്കുമ്പോൾ മറിയം ഇരിക്കുന്നത് കണ്ടു. കുറേ നേരം അവൻ അവളെ തന്നെ നോക്കി നിന്നു. താങ്ക്സ് ദാവീദ്, നീ മറിയത്തെ വേണ്ടെന്ന് വെച്ചല്ലോ. ആ ഒരൊറ്റ കാര്യത്തിൽ നിന്നോട് എനിക്ക് നന്ദിയുണ്ട്. ഇനി മാറ്റിയെടുക്കേണ്ടത് മറിയത്തെയാണ്. മാറിക്കോളും. സ്നേഹം കിട്ടുന്നിടത്തേക്ക് ചായാത്ത പെണ്ണുണ്ടോ? മുടി ഒതുക്കിക്കൊണ്ട് മറിയം നോക്കിയപ്പോൾ ജോനഥാൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. അവൾ കൈകൊണ്ട് ഹായ് എന്ന് കാണിച്ചു. എന്താ ഒറ്റയ്ക്കിരിക്കുന്നത്? ജോനഥാൻ ആംഗ്യം കാണിച്ചു. അവൾ ഒന്നുമില്ലെന്ന് തലയാട്ടി. ജോനഥാൻ ഞാൻ വരാമെന്ന് കാണിച്ച് താഴേക്കിറങ്ങിച്ചെന്നു. എന്താ മാഡം ഒറ്റയ്ക്കിരിക്കുന്നത്? അവൻ അവളുടെ അടുത്തിരുന്നു. ചുമ്മാ ഞാനിവിടെ ഇരുന്ന് ഗലീലിയൻ കുന്നുകൾ നോക്കുമായിരുന്നു, അവൾ പറഞ്ഞു. ഫ്രണ്ട്സ് വന്നിട്ട് കറങ്ങാനൊന്നും പോയില്ലേ? ആരോൺ പറയാറുണ്ട് നിങ്ങളുടെ ട്രിപ്പിന്റെ കഥകളൊക്കെ. പോവുക നാളെ, മറിയം പറഞ്ഞു. എവിടേക്ക്? സിനഗോഗിലേക്ക്. അവിടേക്കാണോ ട്രിപ്പ് പോകുന്നത്? അവൻ ചോദിച്ചു. ട്രിപ്പൊന്നുമല്ല. മനസ്സിലായി, പഠനമല്ലേ? ഞാൻ കൂടെ വരണമെന്ന് ദാവീദ് നിർബന്ധം പിടിക്കുക. അപ്പോൾ പോകേണ്ടി വരുമല്ലോ. ശരിക്കും ദാവീദ് എന്തിനാ നിർബന്ധം പിടിക്കുന്നത്? നിന്നെ അകറ്റിയത് അവൻ തന്നെയല്ലേ? പിന്നെ എന്താ ഇപ്പോ ഇങ്ങനെ? എനിക്കറിയില്ല ജോ, അവൾ പറഞ്ഞു. ദാവീദ് ഒരു മിസ്റ്ററി തന്നെ. നാട്ടിൽ ആ കുട്ടി, ഇവിടെ നീ. ഇതത്ര നല്ലതല്ല. ഏയ് ജോ, എന്താ പറഞ്ഞു വരുന്നത്? അവൻ അങ്ങനൊന്നുമല്ല. അങ്ങനെ അല്ലെങ്കിൽ പോകാൻ താൻ എന്തിനാ മടിക്കുന്നത്? അവൻ ചോദിച്ചു. ജോ, എന്നോട് ദാവി അവിടുന്ന് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അനുസരിച്ചു. അവന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് കരുതി. കാണാതിരുന്നാൽ മറക്കാമെന്ന് കരുതി. കണ്ണകന്നാൽ മനസ്സകന്നു എന്നല്ലേ? പക്ഷെ നടന്നില്ല. ഇപ്പൊ ഇതാ എന്റെ കൺമുന്നിൽ നാളെ മുതൽ ഒരുമിച്ച് ഏതനിലെ നിയന്ത്രണങ്ങൾ പോലുമില്ലാതെ ഞാനും ദാവീദും ആര്യനും മാത്രം. ദാവീദ് നിന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതിയിട്ടാണോ? നോ, എന്റെ ദാവി അങ്ങനെ ഒരാളല്ല. എനിക്ക് വിശ്വാസമില്ലാത്തത് എന്നെയാ. അവനോട് വഴക്കെടുപ്പോൾ എതിർത്ത് പറയുമ്പോഴെല്ലാം എന്റെ മനസ്സ് ദാവീദിനെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവൻ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുമ്പോൾ അവനെ മറക്കാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്തോ ഒന്ന് എന്നെ അവനിലേക്ക് പിടിച്ചു വെച്ച് കെട്ടിയിരിക്കുക. നീ ദാവീദിനെ ഇത്രയധികം സ്നേഹിക്കാൻ എന്താ കാരണം? അറിയില്ല. പക്ഷേ ആദ്യം മുതലേ ഞാൻ എന്തോ ആദ്യം ചോദിക്കുക അവനോടായിരുന്നു.
അങ്ങനെ ഇപ്പം മറക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ തന്നെ എൻ്റെ മനസ്സ് പറയും വിട്ടുകൊടുക്കരുതെന്ന്. ദാവിയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അതവൻ മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും. ദാവീദ് ഹാൻസമാണ്, കൂടാതെ വിശുദ്ധേതനും. അങ്ങനെ ഒരാളുടെ ഭാര്യ എന്നാൽ രാജ്ഞിയാണ്, ജോനഥാൻ പറഞ്ഞു. അങ്ങനൊന്നും എനിക്ക് വേണ്ട. അവൻ അതാണെന്നറിഞ്ഞ് സ്നേഹിച്ചതൊന്നുമല്ല ഞാൻ. ഒന്നും വേണ്ട, ദാവീദിനെ മാത്രം മതി. പക്ഷേ ഇല്ല, കിട്ടില്ല. ഞാൻ തന്നെ മറക്കണം. അവൻ അവൻ്റെ പേരൻസിനോടെല്ലാം റിബേക്കയുടെ കാര്യം പറഞ്ഞതാണ്. അവനെ മറക്കാൻ ഞാനൊരു വഴി പറയട്ടെ, ജോനഥാൻ ചോദിച്ചു. എന്തായെന്നർത്ഥത്തിൽ മിറിയം അവനെ നോക്കി. വേറൊരാളെ സ്നേഹിക്കുക. അത് കേട്ടപ്പോൾ മിറിയം ജോനഥാനെ നോക്കി. അവൾ ഇല്ലെന്ന് തലയാട്ടി. വെറുമൊരു ആകർഷണത്തിലുണ്ടായ സ്നേഹമല്ല, കുറച്ച് ബുദ്ധിമുട്ടാണ്. അതൊക്കെ പോട്ടെ, ഏത് നേരവും ഇത് തന്നെ. തൻ്റെ ഈ മൂഡ് മാറ്റാൻ ഒരു വഴിയുണ്ട്. ടവർ ഓഫ് ഡേവിഡ് മ്യൂസിയത്തിൽ പുതിയൊരു പോർഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പോകുന്നുണ്ട്. യെസ്, ഞാൻ ന്യൂസ് പേപ്പറിൽ വായിച്ചു. ഇരുണ്ട ഭൂമിയിൽ നിന്ന് കിട്ടിയ സാധനങ്ങളുടെ പ്രദർശനമല്ലേ? ഞാൻ പോകുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ടിക്കറ്റ് അവൻ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. താനുണ്ടോ? ഞാൻ ഓക്കെ, വരാം, മെറിയം പറഞ്ഞു. എന്നാൽ ഞാൻ 2 ടിക്കറ്റ് പറയാം. ക്ലാസ് കഴിഞ്ഞ് പോകാം. ഓക്കെ. ക്ലാസ് കഴിഞ്ഞ് മെറിയവും ജോനഥാനും ഒരുമിച്ച് പാർക്കിങ്ങിലേക്ക് വരുമ്പോഴാണ് കാറിൽ ചാരി നിൽക്കുന്ന ദാവീദിനെ മെറിയം കണ്ടത്. മെറിയം ജോനഥാനെ നോക്കി. അവൻ അവളെയും. നിന്നെ കൊണ്ടുപോകാൻ വന്നതാണെന്ന് തോന്നുന്നു, ജോനഥാൻ പറഞ്ഞു. ഞാൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യട്ടെ? വേണ്ട. മെറിയം ദാവീദിനെ ശ്രദ്ധിക്കാതെ ജോനഥാന്റെ കാറിന്റെ അടുത്തേക്ക് നടന്നു. ദാവീദിന്റെ അടുത്തെത്തിയതും അവൻ മുന്നിലേക്ക് കയറി നിന്ന് അവരെ തടഞ്ഞു. വായോ മെറിയം, നമുക്ക് പോകാം, ദാവീദ് പറഞ്ഞു. ഇല്ല ദാവീദ്, എനിക്ക് ജോടൊപ്പം ഒരിടം വരെ പോകണം. എവിടേക്ക്? ടവർ ഓഫ് ദാവീദിലേക്ക്. ഞാൻ കൊണ്ടുപോകാം, ദാവീദ് പറഞ്ഞു. ഞാൻ ജോടൊപ്പം പോകണമെന്നാണ് പറഞ്ഞത്. പോകാം ജോ. അവൾ മുന്നോട്ട് നടന്നതും ദാവീദ് അവളുടെ കൈ പിടിച്ചു. മെറിയം, പോകാം, ദാവീദ് ഉറക്കെ പറഞ്ഞു. എല്ലാ കുട്ടികളും അവരെ നോക്കി നിന്നു. മെറിയം ചുറ്റും നോക്കി. ദാവി, ഇതെന്റെ കോളേജാണ്, പ്ലീസ്. ഞാൻ നിന്റെ ഒപ്പമില്ല. ഞാൻ നിന്നോട് എന്നെ കൊണ്ടുപോകാൻ വരാൻ പറഞ്ഞോ? ഇല്ലല്ലോ, പിന്നെ എന്തിനാ ആവശ്യമില്ലാത്ത സീൻ ഉണ്ടാക്കുന്നത്? ജോനഥാൻ, മെറിയം നിങ്ങളുടെ ഒപ്പം വരണമെന്ന് നിർബന്ധമുണ്ടോ? ദാവീദ് ചോദിച്ചപ്പോൾ മെറിയം ജോനഥാനെ നോക്കി കണ്ണുകൾ ഉരുട്ടി. മെറിയം വരണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ കൊണ്ടുപോകും. ജോനഥാന്റെ മുഖം മാറിയത് ദാവീദ് ശ്രദ്ധിച്ചു. വിട്! മെറിയം ദാവീദിന്റെ കൈപിടിച്ച് മാറ്റി. പോകാം ജോ. മെറിയം കാറിലേക്ക് കയറുമ്പോൾ ദാവീദിനെ നോക്കി. ദാവീദിന് ദേഷ്യം വന്നെന്ന് അവൾക്ക് മനസ്സിലായി. മ്യൂസിയത്തിലെത്തിയതും അവളുടെ മനസ്സ് എവിടെയും ഉറച്ചു നിന്നില്ല. ദേഷ്യം വന്ന ദാവീദിന്റെ മുഖമായിരുന്നു അവളുടെ മനസ്സ് മുഴുവൻ. മെറിയം അലസമായി ഓരോന്ന് നോക്കുന്നതിനിടയിൽ ഇരുമ്പിൽ നിർമ്മിച്ച ഒരു കറുത്ത കൊമ്പുകളുള്ള രൂപം ചില്ലും കൂട്ടിലിരിക്കുന്നത് അവൾ കണ്ടു. മെറിയം അത് തന്നെ നോക്കി നിന്നു. ഓരോന്നു പറഞ്ഞ് നടന്നിരുന്ന ജോനഥാൻ തിരിഞ്ഞു നോക്കുമ്പോൾ മെറിയം നോക്കി നിൽക്കുന്നത് കണ്ടു. സാത്താന്റെ രൂപമാണ്, ജോനഥാൻ അവൾക്ക് പിന്നിൽ വന്ന് നിന്ന് പറഞ്ഞു. അവൾ മൂളി. ജോ, നമുക്ക് തിരിച്ചു പോകാം, അവൾ പറഞ്ഞു. അതെന്താ, കണ്ടു കഴിഞ്ഞില്ലല്ലോ? എന്നാൽ താങ്കൾ കണ്ടോളൂ, ഞാൻ പോവുകയാ. മെറിയം അവിടെ നിന്ന് നടന്നു. അവൻ അവൾക്ക് പിന്നാലെ ഓടി. രാത്രിയായി, ഞാൻ കൊണ്ടുവിടാം. ഏഥൻ വീടിന് മുന്നിൽ ജോനഥാൻ കാർ നിർത്തി. മെറിയം അവനോട് യാത്ര പറഞ്ഞിറങ്ങുന്നത് ബാൽക്കണിയിൽ നിന്ന് ദാവീദ് കണ്ടു. മെറിയം ഹാളിലേക്ക് ചെല്ലുമ്പോൾ ദാവീദ് അവിടെ ഉണ്ടായിരുന്നു. മെറിയം അവനോടൊന്നും മിണ്ടിയില്ല. ദാവീദ് പുറത്തേക്കിറങ്ങി കാറിൽ കയറി. ഗേറ്റ് കടന്ന് കാറ് പോകുന്നത് അവൾ കണ്ടു. മെറിയം പടികൾ ഓടിയിറങ്ങി ഡ്രൈവറുടെ കയ്യിൽ നിന്ന് കീ വാങ്ങി കാറിൽ കയറി ദാവീദിന്റെ കാറിന് പിന്നാലെ ചെന്നു. ദാവീദിന്റെ കാറ് ജോനഥാന്റെ കാറിന്റെ മുന്നിൽ ചെന്ന് വട്ടം നിന്നു. ജോനഥാൻ പെട്ടെന്ന് കാറ് നിർത്തി. ദാവീദ് ഡോറ് തുറന്നിറങ്ങി. ജോനഥാനും. എന്താ ദാവീദ്? ദാവീദ് ഓടിച്ചെന്ന് ജോനഥാന്റെ ഷർട്ടിൽ പിടിച്ചു. അവളെ വിട്ടേക്ക്. നിനക്ക് കുട്ടിക്കളിക്ക് വേറെ ആരെ വേണമെങ്കിലും പിടിച്ചോ, പക്ഷെ എന്റെ മിറിയത്തിന്റെ അടുത്തത് വേണ്ട. ദാവി! കാറിൽ നിന്നിറങ്ങിയ മിറിയം ഓടി വന്ന് ദാവീദിന്റെ കൈ പിടിച്ചു. വിട് ദാവി! ഇവൻ ചതിയനാ മിറിയം. ഇവൻ നിന്നെ കൊല്ലും. ഇവൻ നിന്നെ കൊണ്ടുപോകാൻ വന്നതാ. എന്താ ദാവീദ് പറയുന്നത്? ജോനഥാൻ ചോദിച്ചു. ദാവി, നീ ജോയെ വിട്. ഇല്ല,
മിറിയം, ഇവൻ ചതിയനാ. ഇവൻ സാത്താന്റെ സന്തതിയാണ്. ഇവൻ കൊല്ലും നിന്നെ. മതി. മിറിയം ദാവീദിന്റെ കൈ പിടിച്ചു മാറ്റി. നിനക്കെന്താ അറിയാ ജോയെക്കുറിച്ച്? മിറിയം അവനെ നോക്കി. മിറിയം? ദാവീദ് അവളെ നോക്കി. സോറി ജോ. മിറിയം തിരിഞ്ഞ് ജോനഥാനെ നോക്കി. ഇറ്റ്സ് ഓക്കെ. നിനക്കെന്താ ദാവീദ്? മിറിയം ദാവീദിന്റെ മുഖത്ത് നോക്കി. നിന്റെ ഭരണങ്ങളെല്ലാം അവളുടെ അടുത്ത് മതി. എന്റെ അടുത്തും എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തും വേണ്ട. മിറിയം പറയുമ്പോഴെല്ലാം ദാവീദിന്റെ കണ്ണുകൾ ജോനഥാന്റെ മുഖത്തായിരുന്നു. ജോനഥാൻ ദാവീദിനെ നോക്കി. പതിയെ അവന്റെ മുഖത്ത് ഒരു ചിരി വിടരുന്നത് ദാവീദ് കണ്ടു. സോറി ജോ, ഞാൻ ക്ഷമ ചോദിക്കുന്നു. മിറിയം ജോനഥാനെ തിരിഞ്ഞു നോക്കി. ഇറ്റ്സ് ഓക്കെ മിറിയം, ഞാൻ പോവുക. അവൻ കാറിൽ കയറി. ജോനഥാൻ പോയപ്പോൾ അവൾ ദാവീദിനെ നോക്കി. നിനക്കെന്താ ദാവി? എന്റെ ഫ്രണ്ട് എന്നതിലുപരി ജോ എന്റെ പ്രൊഫസറാണ്. പ്രൊഫസർ? അവൻ പ്രൊഫസർ അല്ല. എന്തായാലും അവനോടുള്ള എല്ലാ കമ്പനിയും നീ അവസാനിപ്പിച്ചോളണം. അത് പറയാൻ നീ ആരാ? നീ ആരാ എന്റെ? മിറിയം? ദാവീദ് കണ്ണുകൾ നിറച്ചുകൊണ്ട് അവളെ നോക്കി. അന്ന് ഏതൻ ഗാർഡനിൽ തീർന്നതാ നമ്മൾ തമ്മിലുള്ള ബന്ധം. നീ നിന്റെ ലൈഫ് അവിടുന്ന് തീരുമാനിച്ചതാ. പിന്നെന്തിനാ ഇങ്ങനെ എന്റെ പിന്നാലെ നടക്കുന്നത്? ലീവ് മീ അലോൺ ദാവീദ്, പ്ലീസ്, ഐ ബെഗ് യു. നീ എന്താ ഇങ്ങനെ പറയുന്നത്? പിന്നെ ഞാൻ എന്തു പറയണം? പഴയതുപോലെ കളിച്ചു ചിരിച്ച് നിന്നെ സ്നേഹിച്ച് നടക്കണോ? എന്തിന്? പഴയ പോലെ നിന്നെ സ്നേഹിച്ചാൽ നീ റിബേക്കയെ ഒഴിവാക്കി എന്നെ സ്വീകരിക്കുമോ? ഇല്ലല്ലോ. സ്വാർത്ഥനാണ് നീ. നിനക്കെല്ലാം വേണം. എല്ലാവരും നിന്നോട് സ്നേഹത്തോടെ നിൽക്കണം. നീ എന്ത് ദുഃഖം കൊടുത്താലും നിന്നെ സ്നേഹിച്ച് പഴയതുപോലെ തന്നെ നിൽക്കണം, അല്ലേ? നീ എന്നെ മനസ്സിലാക്കുന്നില്ല മിറിയം. നിന്നെ ഞാൻ മനസ്സിലാക്കുന്നില്ല, അല്ലേ? നിന്നോടുള്ള അത്രയും സ്നേഹം ഒളിപ്പിച്ച് നടക്കുന്നത് നിനക്ക് വേണ്ടിയാ. എന്നിട്ടും ഞാൻ നിന്നെ മനസ്സിലാക്കുന്നില്ല, അല്ലേ? നോക്ക് ദാവീദ്, നീ എന്റെ കാര്യത്തിൽ ഇടപെടരുത്. മിറിയം തിരിഞ്ഞു നടന്നു.